നമസ്കാരം. എൻ്റെ പേര് അജേഷ് എന്നാണ്. അജേഷ് ഒരു സ്കൂളിലെ മാഷാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി, 2-3 വർഷങ്ങളായി ഇങ്ങനെ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. കഥയമമ്മ എന്ന ഒരു പരിപാടി ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്നലെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ TTAയിലെ പിള്ളേരോട്, അതിന് മുമ്പ് ഒരു BEd കോളേജിലെ പിള്ളേരോടൊക്കെ ഇങ്ങനെ കഥകൾ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ എന്തിനാണ് കഥ പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം മനുഷ്യനാവാനാണ് എന്നിടത്താണ് ഈ ക്ലാസ്സിൻ്റെ അവസാന ലക്ഷ്യം. കഥ പറയുന്നിടത്തേ മനുഷ്യനുണ്ടാകൂ എന്ന ഒരു ചിന്ത എന്നെ കേൾക്കുന്ന കുറച്ച് പേരുടെയെങ്കിലും ഇടയിൽ ചില കഥകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അത് സയൻസിന് ഈ കഥയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറയുന്നതിനൊക്കെ മുൻപ് ഈ 2-3 ദിവസങ്ങൾക്കിടയിൽ കേട്ട ഒരു വാർത്ത. നിങ്ങളൊക്കെ 10ാം ക്ലാസ് റിസൾട്ട് കണ്ടവരായിരിക്കും അല്ലേ? 12ാം ക്ലാസ് റിസൾട്ട് കണ്ടവരായിരിക്കും. ആ റിസൾട്ടിൻ്റെ ആഘോഷങ്ങൾ കണ്ടവരായിരിക്കും. ഈ റിസൾട്ടൊക്കെ വന്നപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു എഴുത്ത്, ആ എഴുത്തുകാരനുമായി 1 മണിക്കൂറോളം ഒരു ആൽമര ചുവട്ടിലിരുന്ന് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് വേറൊരു മാനം കിട്ടിയത്. ആ എഴുത്തുകാരൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ആ എഴുത്തുകാരനെ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും. വാട്സാപ്പിലൊക്കെ കേരളം മുഴുവൻ ആഘോഷിച്ച, അതിന് മുൻപ് ആ എഴുത്തുകാരനൊരു വലിയ ഭൂതകാലം ഉണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞതിന് ശേഷമാണ് ഈ എഴുത്ത് വായിക്കുന്നത്. ആ എഴുത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അവന് ഫുൾ A+ ഇല്ല, 2 A+ഉം ബാക്കിയുള്ളത് Aയും Bയുമാണ്. വായിച്ചിട്ടുണ്ടാവും അല്ലേ? ബാക്കിയുള്ളത് Aയും Bയുമാണ്. എങ്കിലും ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നത്, അവൻ്റെ തുണി കഴുകിയിടുന്നു, അവൻ കഴിക്കുന്ന പാത്രം കഴുകി വയ്ക്കുന്നു, മുറ്റമടിക്കുന്നതും അവൻ്റെ കിടപ്പാടം തുടയ്ക്കുന്നതും, ഞാൻ കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ നിന്ന്, തുച്ഛമായ പോക്കറ്റ് മണിയിൽ നിന്ന് ഒരു ഓഹരി അതില്ലാത്ത കൂട്ടുകാർക്ക് പകുത്തു കൊടുക്കുന്നത്, എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ ചിലവിൻ്റെ തുക എത്രയാണെന്ന് കൃത്യമായി അറിയുന്നതിന്, ഈ ലോകത്തിൽ എൻ്റെ മകനായി പിറന്നതിന് മകനെ നിനക്ക് ഞാൻ നന്ദി പറയുന്നു. നിന്നോട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞാൻ നിന്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു. ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്കെ പറയുന്നു. ആ എഴുത്തുകാരൻ്റെ പേര് മുഹമ്മദ് അബ്ബാസ് എന്നാണ്. അബ്ബാസിനെ ഞാൻ പരിചയപ്പെടുന്നത്, നമ്മൾ വായിക്കും തോറും അറിവിൻ്റെ ആഴം കൂടുമെന്നൊക്കെ പറയുമ്പോഴും അറിയാതെ ഒരു പരിചയവുമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ സാധാരണക്കാരായ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്ന് പറയുന്നിടത്താണ് അബ്ബാസിനെ ഞാൻ വളരെ താമസിച്ച് വായിക്കുന്നു എന്ന് അഭിമാനിക്കുമ്പോഴും, കുറേ വർഷങ്ങളായി വായിക്കുന്നു അഭിമാനിക്കുമ്പോഴും എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. അബ്ബാസിനെ ഞാൻ എന്തുകൊണ്ട് പരിചയപ്പെട്ടില്ല. അബ്ബാസിൻ്റെ കഥ പറഞ്ഞ് ഞാൻ ഇത് തുടങ്ങാമെന്ന് വിചാരിക്കും. ഇന്നലെ ഞാൻ ആ പഠിപ്പിക്കാൻ പോകുന്ന കുട്ടികളോട്, TTAയിലെ കുട്ടികളോട് ഞാൻ ഈ കഥ പറഞ്ഞാൽ തുടങ്ങിയ കാരണം, ഞാൻ വിചാരിക്കുന്നത് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടത്, ഏറ്റവും കൂടുതൽ ഹൃദയം കൊണ്ട് സംസാരിക്കപ്പെടേണ്ടത്, കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് 2 മനുഷ്യരോടാണ്. ഒന്ന് ഈ നാട്ടിലെ അധ്യാപകരാകാൻ പോകുന്ന കുഞ്ഞുങ്ങളോടാണ്, 2 ഈ നാട്ടിലെ കുഞ്ഞുങ്ങളോടാണ്. ബാക്കി ആരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കും. ഈ നാട്ടിലെ അധ്യാപകരാകാൻ പോകുന്ന ഒരു നാട് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കണം. ഞാൻ അവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മക്കളുമാരെ, നിങ്ങളൊരു നാടിനെ നന്നാക്കി കൊണ്ടുപോകേണ്ടവരാണ്, അതാണോ ഇപ്പോൾ നടക്കുന്നതെന്ന്. അതിനെക്കുറിച്ച് പറയാമെങ്കിൽ അബ്ബാസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേ തുടങ്ങാം. അബ്ബാസിനെ അറിയാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് കാലം മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് വേറിട്ട് പോയൊരു കുടുംബമാണ്. ഇവിടെ വന്ന് മനുഷ്യൻ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സയൻസ് പറയുന്നതിന് മുൻപ് എന്നെ കേൾക്കുന്നവർ അത് കൗതുകപൂർവ്വം ശ്രദ്ധിക്കാനുള്ള കാരണം സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ശാസ്ത്ര അധ്യാപകൻ എന്ന നിലയിൽ ശാസ്ത്രം പൂർണ്ണമാകണമെങ്കിൽ സാഹിത്യം കൂടി ഉണ്ടാകണം. ഇത് രണ്ടും ഒരുപോലെ പോകുന്നതാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹം രൂപപ്പെടുന്നത്. ശാസ്ത്രം കൊണ്ട് മാത്രമോ സാഹിത്യം കൊണ്ട് മാത്രമോ അല്ല, ശാസ്ത്രവും സാഹിത്യവും ഒരുപോലെ പോകുമ്പോഴേ ഒരു സമൂഹം രൂപപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ
അബ്ബാസിനെ കുറിച്ച് പറയുന്നത്, അബ്ബാസ് ഒരുപാട് കാലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്നു. ഇവിടെ വന്ന് ഭാഷ അറിയാത്തത് കൊണ്ട് പുറത്താക്കപ്പെടുന്ന മനുഷ്യരിൽ ഒരാളായി മാറ്റപ്പെടുന്ന അബ്ബാസ്. 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിക്കളയുന്ന അബ്ബാസ്. ഇവിടെ ഹോട്ടലുകളിൽ തൊഴിലാളിയായി നിൽക്കുന്ന അബ്ബാസ്. ബസ്സിൻ്റെ ബോർഡ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് ആ ബസ്സിൻ്റെ മുഴുവൻ മനുഷ്യരിൽ നിന്നും പുറത്താക്കപ്പെടുന്ന മനുഷ്യൻ. അങ്ങനെ ഒരു ഗതിയുമില്ലാതെ നാട് വിട്ട് കോഴിക്കോട് പോവുകയും കോഴിക്കോട് ബീച്ചിലെ 2 ലൈംഗിക തൊഴിലാളികൾ, ജമീല എന്നും ലക്ഷ്മി എന്നുമാണെന്ന് തോന്നുന്നു, പേരെനിക്ക് ഓർമ്മയുണ്ട്, ഓർക്കുന്നത് അങ്ങനെ. ആ 2 ലൈംഗിക തൊഴിലാളികൾ അവരുടെ കാവൽപ്പുരയ്ക്ക് കാവൽ നിർത്തുകയും ഒടുവിൽ അവർ മണൽത്തിട്ടയിൽ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുകയും ചെയ്ത് ഒടുവിൽ അബ്ബാസിൻ്റെ അക്ഷരങ്ങൾ, അബ്ബാസിൻ്റെ വായന ലോകത്ത് ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളെ വായിക്കുകയും കേരളത്തിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരൻ, വായനക്കാരനായി മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു അബ്ബാസിനെ നിങ്ങൾക്ക്, ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്ത് ഭാഗ്യമുണ്ട് മക്കളുമാരെ. അതുകൊണ്ടാണ് ആ മനുഷ്യൻ അബ്ബാസിൻ്റെ ഉള്ളിലുണ്ടതുകൊണ്ടാണ് അബ്ബാസ് തൻ്റെ മകനോട് കിളികൾക്ക്, പൂച്ചകൾക്ക് അന്നത്തിൽ നിന്നൊരു ഓഹരി കൊടുക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മകനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു എന്ന് പറയാൻ അബ്ബാസിന് കഴിഞ്ഞ. ഈ പരിപാടിയുടെ പേര് ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലെ ന്യൂട്ടൺ എന്നാണ്. ഈ കഥ ഞങ്ങൾ ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ ക്ലാസ് കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് കഥയാണ്. കഥ, നിങ്ങൾ കേരള കഫേ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. അതിലൊരു പാട്ടുണ്ട്, മനോഹരമായൊരു പാട്ട്. വഴിയോര സത്രത്തിൽ അപരാഹ്ന വേളയിൽ ഒരുമിച്ചു കൂടി പിരിഞ്ഞു പോകും വരെ പറയുക കഥകൾ നിരന്തരം, കഥ പറഞ്ഞങ്ങനെ കഥകളായി കാലത്തിൽ അലിയുക, അതിലൊരു കഥയില്ല എങ്കിലും കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്കെന്നും അറിയുക. എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ എന്നും പറയാറുള്ളത്, കഥകളേക്കാൾ ഭാരമില്ല ഭൂമിക്കെന്നും അറിയുക. ഈ കഥയിൽ നിന്ന് കാര്യത്തിലേക്കുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് ഞാൻ വിചാരിക്കുന്നു. കഥയെ ഒഴിവാക്കിക്കൊണ്ടല്ല ശാസ്ത്രം പഠിക്കേണ്ടത്. യുക്തിബോധം വളരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, തലച്ചോറിൽ നിന്നല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നതാണ് ഈ സെമിനാറിൻ്റെ ആത്യന്തിക ലക്ഷ്യം. തലച്ചോറ് കൊണ്ട് ചിന്തിക്കുകയും ആ വരിയിൽ ഞാൻ തുടങ്ങി ആ വരിയിൽ ഞാൻ അവസാനിപ്പിക്കും. ബുദ്ധി കൊണ്ട് അധ്വാനിക്കുകയും യുക്തി കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനായി മാറ്റപ്പെടുന്നിടത്ത് കഥയും മനുഷ്യനും ശാസ്ത്രവും ഒന്നായി മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഈ കഥയുടെ പ്രത്യേകത, ന്യൂട്ടനെ കുറിച്ച് പറഞ്ഞ്, ന്യൂട്ടന്റെ കഥ ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് അല്ലെ 1 മണിക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് ഇരിക്കുന്ന കുട്ടികളുടെ മുന്നിൽ ചെന്ന് എനിക്ക് 2ാം ചലന നിയമം പഠിപ്പിക്കണം. 2ാം ചലന നിയമം ഒന്ന് ആലോചിച്ച് നോക്കൂ. വയറ് നിറച്ച് ആഹാരമൊക്കെ കഴിച്ചിരിക്കുന്ന കുട്ടികളുടെ മുന്നിലേക്ക് ചെന്നിട്ട് ഞാൻ 2ാം ചലന നിയമം പറഞ്ഞു തുടങ്ങിയാൽ എപ്പോൾ ഉറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ കാര്യം, മക്കളെ, ന്യൂട്ടൻ എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ആപ്പിൾ മരത്തിന്റെ ചവിട്ടിലേക്ക് അപ്പോൾ നാണ്ടോ ഒരു ആപ്പിൾ താഴേക്ക് വീണു. അപ്പോൾ മുന്നിലിരിക്കുന്ന 6ാം ക്ലാസ്സുകാരൻ്റെ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൻ്റെ കണ്ണിൽ തിളക്കം, ആപ്പിൾ താഴേക്ക് വീണല്ലോ സാറേ, ഇതെന്താ ഈ ആപ്പിൾ താഴേക്ക് വീണേ? അത് മേളിൽ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണോ? അതോ ഇനി എന്താ താഴേക്ക് വീഴാൻ കാരണം? അത് ഭൂമി ആകർഷിച്ചിട്ടാ. അപ്പൊ അതിനുമുമ്പ് ഭൂമിക്ക് ആകർഷണം വല്ലതും ഇല്ലായിരുന്നോ? ഈ കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ കുട്ടികളുടെ ഈ കഥ ഇവന്റെ മനസ്സിലേക്ക് കയറുമ്പോൾ ഞാൻ ഒടുക്കം പറയും, മക്കളുമാരെ, അങ്ങനെ ഒരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ന്യൂട്ടന്റെ തലയിൽ വീണു നമ്മൾ പാടി പറഞ്ഞു കേട്ട ആപ്പിൾ മരം ഉണ്ടായിരുന്നു. അത് ഈ മരമായിരുന്നു. ന്യൂട്ടനും ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണു എന്നതൊരു കഥ മാത്രമാണ്. കഥയും കാര്യവും പോകെ ഈ കഥകളെല്ലാം പ്രധാനപ്പെട്ടതായി മാറുകയും കാര്യമില്ലാതായി പോവുകയും കഥകൾ മാത്രം, അങ്ങനെ കഥകളും മിത്തും ഒരു നാടിന്റെ ചരിത്രവും അതിന്റെ പേരിൽ സമരങ്ങൾ ഉണ്ടാവുകയും അതൊരു പ്രധാന ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യുന്നു. ന്യൂട്ടനും പോയി, ഗ്രാവിറ്റിയും പോയി, ആ മരം ഒരു പ്രധാനപ്പെട്ട വസ്തുതയായി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലത്താണ് ഞാൻ കഥകൾ കൊണ്ട് നിങ്ങളോട് ഇങ്ങനെ എത്ര കഥകൾ നമ്മൾ പറയാറുണ്ടെന്നറിയാം. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥകൾ, ആർക്കിമിഡീസ് ഓടിയ കഥ, ശരിയല്ലേ? ഓർമ്മയല്ലേ? യുറീക്ക എന്ന് വിളിച്ചുകൊണ്ട് ആർക്കിമിഡീസ് നഗ്നനായി ഓടി എന്ന് പറയുന്നത് പൊട്ടിച്ചിരിക്കുന്ന കഥ, ശരിയല്ലേ? അങ്ങനെ പിന്നെ പട്ടത്തിൽ നിന്ന് കറണ്ടടിച്ച് മരിച്ചുപോയ മനുഷ്യന്റെ കഥ. കഥകൾ കൊണ്ട് ലോകം. ഈ വിജ്ഞാനം എന്ന വാക്ക് ഞാൻ അവിടെ പറയാം. എന്തിനാണ് നമ്മൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് എന്ന ചോദ്യത്തിന് വിജ്ഞാനം എന്ന വാക്കിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്നുള്ള എൻ്റെ ചോദ്യം. എന്താണ് വിജ്ഞാനം? വിജ്ഞാനം എന്ന വാക്ക്, നോളജ് എന്ന വാക്ക് ഏത് തരത്തിലാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്? ഇന്ന് ഏത് തരത്തിൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു? നോളജ് എക്കോണമി എന്ന വാക്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു കാലത്ത് എന്താണ് നോളജ് എന്ന വാക്കിന്റെ ഈ കഥകൾക്ക് അവിടെ എവിടെ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. വിജ്ഞാനത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും മനോഹരമായി വ്യാഖ്യാനിച്ചത് ഇടശ്ശേരിയുടെ കവിതയാണ്. വിജ്ഞാനം എന്ന് വിളിച്ചു പോരും
ആത്മാവിലുള്ളൊരു അസ്വസ്ഥതയെ, ആ വളർച്ചയ്ക്കെഴും വെമ്പലിനെ, ആ പൂർണ്ണതയ്ക്കുള്ള തേങ്ങലിനെ. ഇത്ര റൊമാൻറ്റിക്കായി, ഇത്ര കാൽപ്പനികമായി വിജ്ഞാനത്തെ വിശേഷിപ്പിച്ച മറ്റൊരു കവി. വിജ്ഞാനം എന്ന് വിളിച്ചു പോരും ആത്മാവിലുള്ളൊരു അസ്വസ്ഥതയെ, ആ വളർച്ചയ്ക്കെഴും വെമ്പലിനെ. എൻ്റെ വീട്ടിലെ അനിയൻ്റെ കുഞ്ഞുണ്ട്, 2 വയസ്സാണ്. അവനിങ്ങനെ ഓടി നടക്കും. ഈ തിരിച്ചറിയുന്ന പ്രായമോ, അച്ഛൻ അമ്മ ഞാൻ പാട്ട് പഠിക്കും, കണ്ണാൻ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ. ഇത് പഠിക്കാൻ അവൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു വിജ്ഞാനമുണ്ട്, ഒരു കൗതുകമുണ്ട്, ആത്മാവിലുള്ള ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. ഏത് കാലത്ത് ആ അസ്വസ്ഥത മനസ്സിൽ പൊട്ടിമുളച്ചു എന്ന് എനിക്കറിയില്ല. ഏത് കാലത്ത് അവസാനിക്കുമെന്നും അറിയില്ല. 80 വയസ്സുള്ള ഒരമ്മൂമ്മ വളരെ മനോഹരമായി മൊബൈൽ ഫോണിൽ നോക്കിയിരുന്ന് ഓരോ അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്. എത്ര മനോഹരമായി വിജ്ഞാനത്തെ, ആ വളരാനുള്ള വെമ്പലുണ്ടല്ലോ, ആ ജീവിതത്തിൻ്റെ ഒരു കാലം കഴിഞ്ഞിട്ടും പുതിയതിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ആ വെമ്പൽ, അത് എവിടെ തുടങ്ങുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നെന്നോ അറിയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് എത്ര കാര്യമായി നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാക്ക, പൂച്ച, അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞു പഠിച്ച പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്നൊരു കവിത ഉണ്ട് കേട്ടോ, ഇടശ്ശേരിയുടെ. നിങ്ങൾ വായിക്കേണ്ട കവിതകൾ നിർബന്ധം ഇടശ്ശേരിയുടെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അള്ളി മലരിനെ മെല്ലെ മെല്ലെ ഉല്ലസിപ്പിക്കും ഉഷസ് പോലെ മൂത്തവൾ എന്നിളം പൈതലിനെ ആത്ത കുതുകം അണിച്ചൊരുക്കി. അങ്ങനെയാ കവിത തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ പോവാ. അപ്പൊ ചേച്ചി അതിനെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോ 50 വർഷം മുമ്പ് സ്കൂളിൽ പോയ അപ്പൂപ്പൻ അവിടെ ഓർക്കുകയാണ്, എന്നെയും പണ്ട് എൻ്റെ ചേച്ചി ഇതുപോലെ കൊണ്ടുവന്നിരുന്നല്ലോ. 2 മിഴികളിൽ അമ്പരപ്പും 2 മിഴികളിൽ സ്നേഹവായ്പും എന്തിത്തുളുമ്പും തുളുമ്പലുകൾ ഏറെയുമില്ല കുറവുമില്ല. ഈ അനിയന്റെ മിഴിയിലെ അമ്പരപ്പും കൗതുകവും ചേട്ടത്തിയുടെ മിഴിയിലെ 2 വ്യത്യാസമേ ഉള്ളൂ. 50 കൊല്ലം മുമ്പ് ചേച്ചിയുടെ മൂക്കിൽ ഒരു പൊന്നാത്തുണ്ടായിരുന്നു, ആങ്ങളയുടെ മുഖം പൗഡർ പൂശി മിനിക്കുന്നില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അടുത്ത വരി മനോഹരമാണ്. കൈപിടിച്ചെന്നു നീ കൊണ്ടുപോരും മോഹന വിദ്യാവിലാസിനിയെ മുഗ്ധയാമാവതു എത്രമാത്രം മുത്തിയാണെന്ന നേരോർത്തിടേണം. മക്കളെ, നീ സ്കൂളിൽ പോകാൻ പോവല്ലേ, നീ കൊണ്ടുവരാൻ പോകുന്ന ആ വിദ്യ എത്ര വലിയ ആളെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ, നോളജ് എന്ന വാക്കിന് 3 അർത്ഥങ്ങൾ, 3 വ്യാഖ്യാനങ്ങൾ: ഇൻഫർമേഷൻ, ഇന്റർപ്രിട്ടേഷൻ, ക്രിട്ടിക്. ഇത് സയൻസിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടതാണ്. പള്ളിക്കൂടങ്ങൾ എന്ന വാക്ക് പോയി. സ്കൂളുകളാണല്ലോ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനമായ വിവരശേഖരണ മാധ്യമങ്ങൾ, ശരിയല്ലേ? എൻ്റെയൊക്കെ കാലത്ത് സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഒരൊറ്റ വീട്ടിൽ മാത്രമേ പത്രം വരുള്ളായിരുന്നു. 3 രൂപയ്ക്ക് മീൻ വാങ്ങിക്കുന്ന വീട് എൻ്റെ വീട്. അവിടെ 30 രൂപയ്ക്ക് പത്രം ഇടാൻ കാശില്ലാത്തതുകൊണ്ട് ഞാൻ പത്രം വായിക്കുന്നത് ചായക്കടയിൽ പോയിട്ടാണ്. അല്ലെ സ്കൂളിൽ കിളിവാതിൽ വായിച്ചിട്ടാണ് വിവരം ഉണ്ടാക്കുന്നത്. അന്ന് അധ്യാപകൻ മാത്രമായിരുന്നു വിവരത്തിൻ്റെ സോഴ്സ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ ഒരു കാലം മുഴുവൻ ഉണ്ടായിപ്പോയ ധാരണ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവരശേഖരണമാകുന്നു എന്നായിരുന്നു. നോളജ് സീക്കിങ്. എന്തും പഠിക്കുക, മാർക്ക് വാങ്ങിക്കുക. നമ്മുടെ നാട്ടിലെ A+കാരുടെ എണ്ണം നിങ്ങൾ കണ്ടല്ലോ. പണ്ട് ഈ റിസൾട്ട് വന്നപ്പോൾ ഞാൻ എല്ലാ വർഷവും പറയാറുള്ള ഒരു വാചകം, ഈ അനുമോദന പ്രസംഗങ്ങളിൽ പറയാനുള്ള വാചകം, വിജയമാഷിൻ്റെ ഒരു വരിയുണ്ട്. വിജയമാഷ് നമ്മുടെ നാട്ടിലെ പരീക്ഷകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വരിയുണ്ട്: നിങ്ങൾക്ക് നാഴി പാലളക്കാൻ പറഞ്ഞാൽ അളക്കുന്നത് നാഴിയാണോ നാനാഴിയാണോ എന്ന് മാത്രമേ നോക്കൂ. നാഴിക്ക് വേണമെങ്കിൽ ഉരിയെ അളക്കാം, നാഴി അളക്കാം, നാഴിക്ക് നാനാഴി അളക്കാം. പക്ഷെ അളക്കുന്നത് പാലാണോ വെള്ളമാണോ എന്ന് നമ്മൾ ആവർത്തിച്ച് ആലോചിക്കേണ്ടിയിരിക്കും. ഫുൾ A+കാരെ മാത്രം റഫീഖ് അഹമ്മദിന്റെ തോറ്റകുട്ടി എന്നൊരു കവിതയുണ്ട്. തോറ്റുപോകുന്ന മനുഷ്യരുടെ ലോകമാണല്ലോ അബ്ബാസ് എഴുതിയത്. ഒരുപക്ഷെ അബ്ബാസ് എഴുതിയത് അതാണല്ലോ. എവിടെയാണ് ഇൻഫർമേഷന്റെ തലങ്ങൾ ഉണ്ടാകേണ്ടത്? ഒരു കാലം മുഴുവൻ ഇൻഫർമേഷൻ ഈ വിവരശേഖരണമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ കാണാതെ പഠിക്കാൻ ശ്രമിച്ചു. ശരിയല്ലേ? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. കേട്ടവർക്ക് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് തോന്നുമെങ്കിലും ഗലീലിയോ ഗലീലി നമ്മൾ പറഞ്ഞു പഠിച്ചില്ലേ? കാണാതെ പഠിച്ചതല്ലേ? അല്ലേ? ഇപ്പോഴും എൻ്റെ നാട്ടിൽ എത്രയോ കുടുസു മുറികളുണ്ടെന്നറിയാമോ? എത്രയോ ചെറുപ്പക്കാർ, എത്രയോ വലിയ വൈകാരികമായി ചിന്തിക്കേണ്ട, ക്രിയേറ്റീവായി ചിന്തിക്കേണ്ട എത്രയോ ചെറുപ്പക്കാർ കുത്തിയിരുന്ന് 500 പേജുള്ള ബുക്കിന്റെ കാണാപ്പാടങ്ങൾ തിന്നു തീർക്കുന്ന ചെറുപ്പക്കാർ. ആരാന്ന് ഞാൻ എടുത്തു പറഞ്ഞ് ആക്ഷേപിക്കല്ല അവരെ. പക്ഷെ തിന്നു തീർക്കുന്നവർ. ഇപ്പോഴും LGSന്റെ പുസ്തകത്തിൽ അടിച്ചു വെച്ചിരിക്കുന്ന ചോദ്യം:
ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു മനുഷ്യനിർമ്മിത വസ്തു, ചൈനയിലെ വന്മതി. ഇൻഫർമേഷൻ ആണെന്നേ, തെറ്റില്ല പഠിക്കാൻ. അത് പഠിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെ പേര്, ഒട്ടകപക്ഷിയുടെ കാലിലെ വിരലിന്റെ എണ്ണം, അവിടുത്തെ നൃത്തം, അവിടുത്തെ തലസ്ഥാനത്തിന്റെ പേര്, ഡാമുകളുടെ പേര്, നദിയുടെ പേര്, കിഴക്കോട്ട് പടിഞ്ഞാറോട്ട് പഠിച്ചോളൂ. ഇത് ഏത് കാലത്ത് പഠിക്കേണ്ടതായിരുന്നു. ആ കാലത്ത് നിന്ന് കേരളം എത്ര മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇന്നും അത് കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം, ഞാൻ ഇപ്പോ എൻ്റെ പിള്ളേരോട് ഞാൻ പറയാറുണ്ട്, സാർ ഇവിടെ വന്ന് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുകയാണ്. സാറിന് അങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. ഇപ്പോൾ അങ്ങനെ വിവരം കൊടുക്കുന്നൊരു സാറിന് ഇപ്പൊ വേണ്ട. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജ്ഞാനം വിരൽത്തുമ്പിലാണ്. സാറ് പറയുന്ന കാര്യം ശരിയാണോന്ന് ഓൺ ദ സ്പോട്ടിൽ വൈഫൈ വെച്ച് നോക്കിയിട്ട് ഉത്തരം പറയുന്ന കുട്ടികളുടെ മുന്നിൽ, അങ്ങനെ ക്രിയേറ്റീവായ ഒരു കുട്ടികളുടെ മുന്നിൽ പഠിപ്പിക്കുന്ന ഞാനാണ് വീട്ടിൽ വരുമ്പോൾ കാണുന്ന ഒരു മുറിയിൽ കുത്തിയിരുന്ന് ഒന്നും നോക്കാതെ IQ മാത്രം മതി, EQ വേണ്ടേ വേണ്ട, ബുദ്ധി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ മതി, ഹൃദയം കൊണ്ട് ജീവിക്കേണ്ട, അതുകൊണ്ട് IAS കാരനായാൽ എൻ്റെ സർവീസ് ബുക്ക് മാത്രം നോക്കണം, അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു തലമുറ, ഒരു ചെറുപ്പക്കാരുടെ തലമുറ. അവിടെ ഇൻഫർമേഷൻ എന്ന വാക്ക് എവിടെ അവസാനം? ഒട്ടകപക്ഷിയുടെ കാലിലെ വിരലിന്റെ എണ്ണം കാണാതെ പഠിച്ചിട്ട് PSCയിൽ ഒരു മാർക്കിനപ്പുറം നിങ്ങൾ അവിടെ, അത് ഇൻഫർമേഷൻ സീക്ക്, അത് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രാഥമിക തലം മാത്രമാണ്. ഇതിന് രണ്ടാമതൊരു തലമുണ്ട്, ഇന്റർപ്രിട്ടേഷനെ തരുന്ന വിജ്ഞാനത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ വ്യാഖ്യാതാവാൻ ശ്രമിക്കണം. അവിടെയാണ് ഇടശ്ശേരി ശരിയാകുന്നത്. എടാ മക്കളെ, നീ സ്കൂളിൽ പോകുന്നതിന് മുൻപ്, നീ സ്കൂളിലേക്ക് പോവല്ലേ, സ്കൂളിൽ പോകുന്നതിന് മുൻപ് ആ കിളിയുടെ അടുത്തേക്ക് പോകണം. നീ ഇന്നലെ വരെ നിനക്കറിയാത്ത ഒരു ഭാഷ ആ കിളിയുമായി പറഞ്ഞിരുന്നില്ലേ? നിന്നെയും കാത്ത് പതിവ് പോലെ വന്നിരിപ്പുണ്ടിളം കിളികൾ, പ്രേഷ്ഠരവരോട് യാത്ര ചൊല്ലാം, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. ഏറ്റവും നന്നായി എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന 1ാം ക്ലാസ്സുകാരൻ, ഞാൻ ഇവിടെ സയൻസ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയുന്നതിൽ നിങ്ങൾ മനസ്സിലാകാതെ തോന്നരുത്. 1ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ വീട്ടിലെ കുട്ടി ചോദിക്കും, അതെന്താ അച്ഛ ഇല പച്ച നിർത്തിയിരിക്കുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എന്താ ചെടി മേപ്പോട്ട് വളരുന്നേ, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവന്റെ കൗതുകം, അവന്റെ ഉള്ളിൽ ചോദ്യം ചോദിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ, ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ശേഷി ഓൾറെഡി കുട്ടിയിലുണ്ട്. അപ്പൊ അവൻ ചോദിക്കും, സാറേ ന്യൂട്ടൺ മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നാൽ ഈ മരമാണോ ഗ്രാവിറ്റിക്ക് കാരണമാകുന്നത്? പക്ഷെ ഈ മരത്തിലേക്ക് വരാനുള്ളൊരു വഴി മാത്രമല്ലേ, ഗ്രാവിറ്റിയിലേക്ക് വരാനുള്ളൊരു വഴി മാത്രമല്ലേ ഈ മരം എന്ന് ആ തിരിച്ചറിവ് ഉണ്ടാകേണ്ട കാലത്താണ് നമ്മുടെ കൂടെ. അതാ ഞാൻ അധ്യാപകർ എങ്ങനെ മാറണം എന്ന് പറയാൻ ശ്രമിക്കും. ഇത് ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇടശ്ശേരി പറയുന്നുണ്ട്, നീ ആ മുറ്റത്തേക്ക് പോകണം, നിന്നെയും കാത്തു പതിവ് പോലെ വന്നിരിപ്പുണ്ട് ഇളം കിളികൾ, പ്രേഷ്ഠർ അവരോട് യാത്ര ചൊല്ലാം, പേച്ചറിയുന്നവർ നിങ്ങൾ തമ്മിൽ. സയൻസ് പഠിപ്പിക്കുന്ന ഇതിലും വലിയൊരു കവിത വേറെ ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. പോയി നാം ഇത്തിരി വ്യാകരണം, വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു നാനാജഗന്മനോരമ്യ ഭാഷ. നീ ഇന്നലെ വരെ സംസാരിച്ച, നിനക്ക് മാത്രം അറിയാവുന്ന ആ ക്രിയേറ്റീവായ ഭാഷയുണ്ടല്ലോ, നീ എന്താണ്, കറുപ്പെന്താണ്, വെളുപ്പെന്താണ്, അച്ഛൻ, അമ്മ, കാക്ക, പൂച്ച, എന്തുകൊണ്ടാ അങ്ങനെ ഒഴുകുന്നത്, വെള്ളം എന്ന് പറയുമ്പോൾ നിന്റെ കണ്ണിലെ കൗതുകം പോകാൻ പോവുക. നീ സ്കൂളിൽ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം, നീ പോയി പഠിച്ചു വരുമ്പോഴേക്കും നിങ്ങൾ അന്യോന്യം മറന്നിരിക്കും. പോയി നാം ഇത്തിരി വ്യാകരണം, വായിലാക്കിയിട്ട് വരുന്നു മന്ദം, നാവിൽ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു അനാജകൻ മനോരമ്യ ഭാഷ. ആ ഭാഷ പോയിട്ടാണ് ഒടുവിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിച്ച് ഫുൾ A+കാരനായി പുറത്തിറങ്ങുന്നത്. എനിക്ക് തന്നെ എഴുതാൻ തോന്നിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിന് മുന്നിൽ മറഡോണ ഉണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൻ്റെ 1ാം ബെഞ്ചിൽ മറഡോണ ഉണ്ടായിരുന്നു, 2ാം ബെഞ്ചിൽ സച്ചിൻ ഉണ്ടായിരുന്നു, 3ാം ബെഞ്ചിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു, 4ാം ബെഞ്ചിൽ മാധവിക്കുട്ടിയും OV വിജയനും ഉണ്ടായിരുന്നു. അവർ ചിരിച്ചിരുന്നു, അവർ കഥ പറഞ്ഞിരുന്നു, അവർ പരസ്പരം പ്രണയലേഖനങ്ങൾ കൈമാറിയിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ട് അവരെ പിന്നീട് ഞാൻ കണ്ടത്, മാധവിക്കുട്ടി ചിരിച്ചില്ല, മറഡോണ ഫുട്ബോൾ കളിച്ചില്ല, സച്ചിൻ ക്രിക്കറ്റ് കളിച്ചില്ല, അവരെയൊക്കെ ചിരിക്കാതെ ഒരു വലിയ ഫ്ലെക്സിൽ ഞാൻ കണ്ടു. ആ ഫ്ലെക്സിന് താഴെ ഇങ്ങനെ എഴുതിയിരുന്നു ഫുൾ A+. പഠിക്കുന്നത് എന്തിനാണ്, പഠിച്ചിട്ട് എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എവിടെ നിന്ന് വരണം എന്ന ചോദ്യമാണ്. അപ്പോഴാണ് നിങ്ങൾ വിമാനത്തെക്കുറിച്ചും ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുകയും അതേ സമയത്ത് ഏറ്റവും ഒടുവിൽ മെനഞ്ഞാന്ന് ഞാൻ കണ്ട വാർത്ത, ഏതോ ഒരു സന്യാസിമാരുടെ യോഗത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ പോയി പറയുന്നു, ആത്മീയതയില്ലാത്ത ശാസ്ത്രം ഒരു മോശമാണ്. ആത്മീയതയില്ലാത്തൊരു സമൂഹം. ഞാൻ ഇതിന്റെ പഠനത്തിന്റെ ഒരു നിലവാരം പറയാം.
ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ, ഏറ്റവും മനോഹരമായി ആളുകളെ സംഭവം ചെയ്യുന്ന, ഞങ്ങളൊക്കെ ഐഡിയൽ എന്ന് പിള്ളേരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഇതിനു മുൻപ് പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പേരെടുത്ത് പറയുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അദ്ദേഹം പറയുന്ന വാർത്ത ഒരു ചാനൽ വളരെ മനോഹരമായി കൊടുത്തിട്ടുണ്ട്. ആത്മീയതയില്ലാത്ത ശാസ്ത്രം ഉള്ള ലോകം വെറും യന്ത്രങ്ങൾ മാത്രമാണ് അത്രയും. എന്താണ് ആത്മീയത എന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നതാണ് ആത്മീയത കൂടി അതിന്റെ കൂടെ പറഞ്ഞു പഠിപ്പിക്കുക. അതൊരു പ്രശ്നം. ഇത് ഇൻഫർമേഷനെ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കുട്ടി പഠിക്കുമ്പോൾ ഉള്ളിലുണ്ടായിരുന്ന ആ ശേഷി ഉണ്ടല്ലോ, ആ ശേഷി നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം, ഗലീലിയോ ആണോ സാറേ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച്? ചോദിക്കണ്ടേ? നിങ്ങൾ എത്ര പേർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഗലീലിയോ ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചു? തിരുത്തി പറയാൻ അറിയാത്ത എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ പുതിയ കുഞ്ഞുങ്ങളോടാണ് ചോദിക്കുന്നത്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ഗലീലിയോ അല്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ധൈര്യമായി കൈ ഉയർത്തും. ഉത്തരം ഇരിക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റു പറയുന്നതാണെന്ന് നിർബന്ധമായി. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാ? ഞാൻ ആ വിവരം നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ ഒരു കാലം എങ്ങനെ മാറുന്നു എന്നുള്ളത്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച ഗലീലിയോ നിങ്ങൾ ഒരു മാർക്കിന് കാണാതെ പഠിച്ചോളൂ. അത് പണ്ട് തമാശക്കെങ്കിലും നമ്മൾ ക്ലാസ്സിൽ പറയുമല്ലോ, ഗാന്ധി ജനിച്ചത് എന്നാണെന്ന് ചോദിക്കുമ്പോൾ 1869 ഒക്ടോബർ 2 പറയുമ്പോൾ അന്ന് ഗാന്ധിജി ജനിച്ചിട്ടില്ല അത്രയും. അന്ന് ജനിച്ചത് മോഹൻദാസ് കരംചന്ദ്. ഗാന്ധി ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ. ആ ട്രെയിനിൽ നിന്ന് പുറത്താക്കുന്ന ആ ദിവസമാണ് മോഹൻദാസ് മരിക്കുകയും മഹാത്മാഗാന്ധി ജനിക്കുകയും ചെയ്തതെന്ന് പറയുന്നത് പോലെ ആ തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്ത് സയൻസ്. ഇവിടെ ഞാൻ അതേ ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ ചോദിക്കണ്ടേ എങ്ങനെ ഈ കഥകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു മക്കളമാരെ? ഞാൻ ഇന്നലെ അവരോട് ചോദിച്ചു, ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ഉരുണ്ടതാണെന്ന് പറ, ഉറക്കെ പറ. ഉരുണ്ടതാണ്. പക്ഷെ നിങ്ങൾ ഉരുണ്ട ഭൂമിയെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോഴും. ഫിലോസഫി ആയിരുന്നല്ലോ. ആ ഫിലോസഫി ഇപ്പോഴും എന്തിനു കൊണ്ടുനടക്കേണ്ട ആവശ്യം? നിങ്ങൾ ആരും ഭൂമിയെ നിങ്ങൾ ആരും പരന്ന് അല്ലാതെ കണ്ടിട്ടില്ല, ഉരുണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ എല്ലാം പരന്നിരിക്കുന്നു, പരന്ന ഭൂമിയാണ്. ഇപ്പോഴും അത് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട് കേട്ടോ. നാസയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ താഴെ പോയി നോക്കി കഴിഞ്ഞാൽ ഫ്ലാറ്റസ് ബിലീവേഴ്സിന്റെ ഒരു കൂട്ടം ഇങ്ങനെ അപ്ഡേറ്റ്സ് വരുന്നതാണ്. നിങ്ങൾ വായിച്ചു നോക്കാം, എന്ത് രസകരമാണെന്ന് പറയാം. അവരുടെ കാഴ്ചപ്പാട്, സങ്കല്പം എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ആദ്യകാല സങ്കല്പം ഇതായിരുന്നല്ലോ, ശരിയല്ലേ? കറങ്ങുന്നത് ഭൂമിയാണോ സൂര്യനാണോ? ഭൂമി കറങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ, സൂര്യൻ കറങ്ങുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, ശരിയല്ലേ? ഭൂമി കറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലാന്നേ. പക്ഷെ സൂര്യൻ കറങ്ങുന്നത് 1ാം ക്ലാസ്സിൽ പഠിച്ചു. കിഴക്കുതിക്കും മാനത്ത് തലയ്ക്കു നീരെ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യക്ക് ശരിക്കു പറയൂ ഞാൻ ആര്? സൂര്യൻ. 1ാം ക്ലാസ്സിൽ സൂര്യൻ കറങ്ങുമെന്ന് പറഞ്ഞു പഠിപ്പിച്ചില്ലേ? പിന്നെ നിങ്ങൾ എന്തിനു മാറ്റി പഠിച്ചു? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾ കാണാതെ നിങ്ങൾ എന്തിനാ സിദ്ധാന്തം മാറ്റി പഠിച്ചു? ആദ്യമേ സിദ്ധാന്തം പറഞ്ഞൊരു മനുഷ്യനുണ്ട് കേട്ടോ, അയാളുടെ പേര് ക്ലോഡിയസ് ടോളമി എന്നാണ്. ടോളമിയാണ് ആദ്യമായി ഭൗമകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അതിപ്പോഴും കൊണ്ടു നടക്കുന്ന ഭൂരിപക്ഷ സമൂഹമാണ് കേരളം. അതിന്റെ പേരാണ് ജ്യോതിഷം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ കണ്ട അതേ, നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിച്ച കവിത ആദ്യം പറഞ്ഞ ആളുടെ പേര് ക്ലോഡിയസ് ടോളമി എന്നാണ്. സത്യമാണ്. ടോളമിയാണ് ആദ്യം പറഞ്ഞത് ഭൂമിയാണ് സകല, യഹോവ പറഞ്ഞത് മൊത്തത്തിന്റെ കേന്ദ്ര ഭൂമിയാണെന്ന് മാറ്റി പറയാൻ ഞങ്ങൾ സമ്മതിക്കൂല. ടോളമി ഒരു 1ാം തരം ഭൗമശാസ്ത്രജ്ഞനായിരുന്നു. നല്ല സയന്റിസ്റ്റ് ആയിരുന്നു. സയന്റിസ്റ്റ് ആവുക എന്നതിനർത്ഥം യുക്തിസഹമായി എല്ലായിടത്തും ചിന്തിക്കുക എന്നുള്ളതല്ല കേട്ടോ. അതുകൊണ്ടാണ് റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ബിംബം വെച്ച് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ടോളമി ഒരു നല്ല ഉദാഹരണമാണ്. ടോളമിയാണ് പറഞ്ഞത് ഭൂമിയാണ് കേന്ദ്രം. പക്ഷെ കോപ്പർനിക്കസ് ഒരു മനുഷ്യനുണ്ട്. രണ്ടാമത് ആ ടോളമി പറഞ്ഞ വിജ്ഞാനത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ, ഇന്റർപ്രറ്റ് ചെയ്യാൻ, വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് നിസ്സാരമായി ചിന്തിക്കാൻ പഠിപ്പിച്ചു. നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, സൂര്യൻ ഏത് രൂപത്തിലാണ്? ഗോളാകൃതിയാണെന്നേ, വട്ടമല്ല, വൃത്തമല്ല, ഗോളം, സ്പെറിക്കൽ. ചന്ദ്രൻ ഏത് രൂപത്തിലാണ്? സ്പെറിക്കൽ. ആകാശത്തേക്ക് നോക്കൂ, എല്ലാം സ്പെറിക്കൽ. ചതുരത്തിൽ നിങ്ങൾ ഒരു വസ്തുവിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഭൂമിക്ക് മാത്രമേ അങ്ങനെ പരന്നിരിക്കാൻ പറ്റൂ. വേണ്ട, കടൽക്കരയിലേക്ക് പോയി കപ്പൽ കണ്ടാൽ പോരെ? ദൂരെ വരുന്നതിന് കപ്പലിന്റെ ആദ്യ ഭാഗമല്ലേ നിങ്ങൾ ആദ്യം കാണുന്നത്? മുൻവശമല്ലേ കാണുന്നത്? ഒരേറ്റം കയറി വരുന്ന വണ്ടിയുടെ മുൻവശമല്ല കാണാൻ കഴിയും. അപ്പൊ അവിടെ പോയി നോക്കിയാൽ മതി, നിങ്ങൾ സ്പെറിക്കൽ ഷേപ്പ് എന്താണെന്ന് ഭൂമിയെ കാണാൻ കഴിയും. കാണാൻ ഇനിയെങ്കിലും ബീച്ചിൽ പോകുമ്പോൾ നോക്കിയാൽ മതി. ഒരു ഗോളത്തെ എടുത്ത്, ഒരു തേങ്ങ എടുത്ത് 4ആക്കി കീറി വെച്ചാൽ അതിന്റെ ഒരു ഭാഗം കടൽക്കരയിൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത്, സൂര്യൻ കടലിൽ താഴാവുന്ന സ്ഥലത്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. നല്ല കളർഫുള്ളോടുകൂടി കാണാൻ പറ്റും. അതാണ് അസ്തമന സൂര്യനെ കണ്ടാൽ മതി, ഗോളമാണെന്ന് ഭൂമി മനസ്സിലാക്കാൻ. നല്ല രസകരമായ കാഴ്ചയാണ്. ഇനി അങ്ങനെ കൂടി കാണാൻ ശ്രമിക്കണം. രണ്ടാമത് കോപ്പർനിക്കസ് പറഞ്ഞു ഭൂമിയല്ല കേന്ദ്രം,
സൂര്യനാണ് കേന്ദ്രം. അതെങ്ങനെ ശരിയാവും? നിങ്ങൾ സൂര്യൻ കറങ്ങുന്നതല്ലേ കണ്ടുള്ളൂ? അല്ല, അത് വളരെ നിസ്സാരമല്ലേ. നിങ്ങളൊരു ട്രെയിനിലോ ബസ്സിലോ കയറി മുന്നിലേക്ക് പോകും, സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ പുറകിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് തോന്നാറില്ലേ? തീവണ്ടിയിൽ പോയിട്ട് ഞങ്ങൾ ഫിസിക്സ് റിലേറ്റീവ് വെലോസിറ്റി എന്നൊക്കെ പറയും. 2 തീവണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ ഭയങ്കര വേഗത്തിൽ പോകുന്നതായിട്ട് തോന്നുന്നു, ഫീൽ ചെയ്തിട്ടില്ലേ? അല്ലേ? ഇതിന് മുമ്പ് പറഞ്ഞൊരു മനുഷ്യനിവിടെ ഉണ്ടായിരുന്നു, അരിപടിയത്തിൽ അതുണ്ടായിരുന്നു വർഷങ്ങൾ. കോപ്പർനിക്കസ് വരുന്നതിന് അതിന്റെ കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞ് ലോകത്തുള്ള എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ അസുഖം എനിക്കില്ല കേട്ടോ. അത് ലോകത്ത് ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നു, ഇവിടെയും പറഞ്ഞിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ചിന്തിക്കാനുള്ള ശേഷി മനുഷ്യൻ എല്ലായിടത്തും ഒരുപോലെയാണ്. അത് പഴയ പറയെങ്കിൽ കോപ്പർനിക്കസ് പറഞ്ഞു, അപ്പൊ പിന്നെ എങ്ങനെ ഭൂമി കറങ്ങുന്നത്? സൂര്യനാണ് കറങ്ങുന്നത്. കോപ്പർനിക്കസിനെ കൊല്ലുമെന്ന് പറഞ്ഞു. കെപ്ലർ, മനോഹരമായ ഒരു ഭൗതികശാസ്ത്രജ്ഞനാണ് കെപ്ലർ, ജോഹന്നസ് കെപ്ലർ അക്കാലത്ത് ജീവിച്ചിരുന്ന അതിദാർശനികശാലിയ ഭൗതികശാസ്ത്രം. അദ്ദേഹം എല്ലാ സിദ്ധാന്തങ്ങളും, കെപ്ലറാണ് നിയമങ്ങൾ കൊണ്ടുവന്നത് കോപ്പർനിക്കസ് പറഞ്ഞിട്ടു. കെപ്ലർ മാത്തമാറ്റീഷ്യനായിരുന്നു, ഫിസിക്സ് സയന്റിസ്റ്റ് ആയിരുന്നു. 4 നിയമങ്ങൾ, നിങ്ങൾ പഠിച്ച നിയമങ്ങൾ, ആ നിയമങ്ങൾ പറഞ്ഞ് കെപ്ലർ ഗണിതശാസ്ത്രത്തിൽ വലിയ ഉത്തരങ്ങൾ പറഞ്ഞു. എന്നിട്ടും ഒടുവിൽ കെപ്ലർ പറഞ്ഞൊരു വാചകം, ഇതെല്ലാം പറയാൻ ദൈവം എന്നെ നിയോഗിച്ചിരുന്നു എന്നാണ്. അന്ന് സഭ പറഞ്ഞിരുന്ന, വിശ്വാസികൾ പറഞ്ഞിരുന്ന മുഴുവൻ കാര്യത്തെയും തിരുത്തി പറഞ്ഞു കെപ്ലർ. മുഴുവൻ കാര്യങ്ങളെയും തിരുത്തി പറഞ്ഞിട്ട് ഒടുവിൽ കെപ്ലർ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ്. മനുഷ്യൻ എത്ര ബുദ്ധിപരമായി ചിന്തിച്ചാലും എത്ര അറിവ് നേടിയാലും എല്ലായിടത്തും വൈകാരിക തലങ്ങളിൽ ഇത് പ്രയോഗിക്കുന്നതിൽ പരാജയപ്പെടുന്ന മനുഷ്യനാണ്. ഞാൻ എപ്പോഴും ഇത് പറയാറുണ്ട്. ഒരാൾ യാദൃശ്ചികമായി വിശ്വാസിയായി പോകുന്നത് എന്ത് കുറ്റമുള്ളത്? അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അതിജീവിച്ച് അപ്പുറം പോകാൻ കഴിയുന്നില്ല എങ്കിൽ വിശ്വാസിയായി പോകാനേ കഴിയും. ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട്, ഒരു വലിയ സയന്റിസ്റ്റ് ആയതുകൊണ്ട്, ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയതുകൊണ്ട് അയാൾ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും എപ്പോഴും കൺവെൻഷണലായ കാര്യങ്ങളെ, പാരമ്പര്യമായ കാര്യങ്ങളെ യുക്തിസഹമായി പരിചയപ്പെടണമെന്നോ അത് നിരാകരിക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് ISROയിലെ ശാസ്ത്രജ്ഞനായതുകൊണ്ട്, ലോകം അറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആയതുകൊണ്ട് റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നാരങ്ങ ഞെക്കാന്ന് കാര്യമില്ലെന്നേ. നോക്കൂ, 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കുട്ടി അമ്പലത്തിൽ പോയി, ഈ സയന്റിസ്റ്റ് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും പോയി, അവിടെ പോയി പൂജ നടത്തി. 12ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴും പോയി, അവിടെ പോയി വേറെ പൂജ നടത്തി. ISROയിൽ അഡ്മിഷൻ കിട്ടാനുള്ള പരീക്ഷ എഴുതിയപ്പോഴും പോയി, അഡ്മിഷൻ കിട്ടിയപ്പോഴും പോയി. പിന്നെ ഈ കുട്ടി ഒരു ദിവസം കൊണ്ട് എങ്ങനെ മാറും? പഴയ ചോദ്യം. രോഗത്തിനോ രോഗകാരണത്തിനോ ചികിത്സ വേണ്ടത്. സയന്റിസ്റ്റിന്റെ വില, കാട്ടുമരത്തിൻ തോലിൽ നിന്നവർ കടലാസ് ഉണ്ടാക്കി, കളിമണ്ണുരുള മെനഞ്ഞവർ കലവും കലശവും ഉണ്ടാക്കി, ഉലയുണ്ടാക്കി, ഉലകളിൽ ഊതി തീയുണ്ടാക്കി. അവരുടെ ജീവിത ഗാഥകൾ ആരും പാടി നടന്നില്ല. ശാസ്ത്രജ്ഞന്റെ ശാസ്ത്രബോധം, അവന്റെ കണ്ടുപിടുത്തങ്ങൾ, അവന്റെ കഷ്ടപ്പാട്, അവന്റെ കണ്ണീര് ഇതിലൊന്നും ഇല്ലാതായി പോകുന്നതല്ല. പക്ഷേ അതുകൊണ്ട് മാത്രം അവനെ അളക്കാൻ കഴിയില്ല എന്ന് മാത്രമേ. അവിടെയാണ് നിങ്ങൾ കെപ്ലറെ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ടോളമി മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് ടോളമി എന്ന സയന്റിസ്റ്റ്. ഈ ടോളമിയുടെ ഭൗമകേന്ദ്ര സിദ്ധാന്തമുണ്ട്. ഈ സിദ്ധാന്തത്തിലാണ് ഇപ്പോഴും നിങ്ങൾ ഈ നക്ഷത്രങ്ങളെ കാണുന്നത്. ഈ നക്ഷത്രത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ? അടയാളപ്പെടുത്തിയ നക്ഷത്രത്തിന്റെ പേര് നിങ്ങൾക്കറിയാമോ? ആ നക്ഷത്രത്തിന്റെ പേര് അത് തിരുവാതിര എന്നാണ്. ആ തിരുവാതിര ഒരു നക്ഷത്രമല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമോ? നിങ്ങളിൽ എത്ര പേർ, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ഇതിൽ നിന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അത് മാത്രമാണ്. ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നാണ്. അറിവിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം, അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അറിവിനെ വ്യാഖ്യാനിക്കുന്നിടത്തും അറിവിനെ വിമർശിക്കുന്നിടത്തും മാത്രമേ അറിവ് ഈ ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ വിവരശേഖരണം എന്ന് പറയുന്നത് അലമാരയിൽ ഇരിക്കുന്ന പുസ്തകം പോലെയാണ്. അലമാര നിരവധി പുസ്തകങ്ങളെ ചുമക്കുന്നു. ചുമക്കൽ മാത്രമേ ഉള്ളൂ, പുസ്തകത്തിൽ എന്തുണ്ടെന്ന് അലമാരയ്ക്ക് അറിയില്ലെന്നേ. ശരിയല്ലേ? അത് അറിയണമെങ്കിൽ അതിൽ ഇന്റർപ്രറ്റ് ചെയ്യണം. ടോളമി പറഞ്ഞ സിദ്ധാന്തത്തിലാണ് ഇപ്പോഴും ഈ ജ്യോതിഷം എന്ന് പറയുന്ന കപടശാസ്ത്രം ഓടുന്നത്. അതിൽ നിങ്ങളുടെ നക്ഷത്രം, നിങ്ങൾ ജനിച്ച ദിവസം ചന്ദ്രൻ എവിടെയാണോ അതാണ് നിങ്ങളുടെ നക്ഷത്രം എന്ന് പറയുന്നത്. ആ നക്ഷത്രം നിങ്ങൾ ജനിക്കുമ്പോൾ ചന്ദ്രൻ തിരുവാതിര എന്ന നക്ഷത്രത്തിന്റെ സ്ഥാനത്താണെങ്കിൽ നിങ്ങളുടെ നാള് തിരുവാതിരയാണത്രേ. സത്യം അങ്ങനെയാണ്. ജ്യോതിഷത്തിൽ രാശികളും നാളുകളും ഉണ്ടാകുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനത്തിനനുസരിച്ചാണ്. സൂര്യൻ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നതായി തോന്നുന്ന പാതയാണ് ക്രാന്തി വൃത്തം എന്ന് വിളിക്കുന്നത്, എക്ലിപ്റ്റിക്. ആ ക്രാന്തി വൃത്തത്തെ 12 തുല്യ ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതാണ് രാശികൾ. ശരിക്കും സൂര്യൻ കറങ്ങുന്നില്ല എന്ന്. മെനഞ്ഞാന്ന് നാസയുടെ സൈറ്റിൽ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ഭൂമി അതിന്റെ വേരിയേഷൻ, അതിന്റെ പാതയിൽ വലിയ മാറ്റം കാണിക്കുന്നു. അതാണത്ര ഇപ്പോഴത്തെ ചൂടിന് കാരണം. ഒരു ഗ്രഹം പോലും, ഒരൊറ്റ ആകാശ വസ്തു പോലും ഈ വർഷം സഞ്ചരിച്ച അതേ സ്ഥലത്തൂടെ അടുത്ത വർഷം സഞ്ചരിക്കൂല. ഒരു സംശയം വേണ്ട.
അവർ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. സ്പേസിൽ ഭയങ്കര സ്പേസ് ആണ് എന്ന് ഞാൻ എൻ്റെ പിള്ളേരോട് പറയാറുണ്ട്. സ്പേസിൽ ഭയങ്കര സ്പേസ് ആണ്. അപ്പോൾ അപ്പോഴും അവിടെ നിൽക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് ടോളമി ഉണ്ടാക്കിയ സിദ്ധാന്തത്തിൽ ഈ നക്ഷത്രം, ഈ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രം ഇന്നില്ല. അറിയൂ, ഇന്ന നക്ഷത്രം ഇല്ല. ആ നക്ഷത്രത്തിന്റെ പരിണാമങ്ങൾ ഭയങ്കര രസമാണ്. മനുഷ്യനെ പോലെ അത് ജനിക്കുകയും അതിനൊരു വീടുണ്ട്, അത് ജനിക്കും, ഒടുവിൽ അത് മരിച്ചു. നിങ്ങൾക്കറിയാം, നക്ഷത്രങ്ങൾ മരിച്ചു. നക്ഷത്രങ്ങൾ ജനിക്കുന്ന സ്ഥലം നെബുല എന്നാണ് വിളിക്കുക, ജന്മഗൃഹം. അവിടെ നമ്മളെ പോലെ ഒരു പ്രിമിറ്റീവ് സ്റ്റാറാണ്. 2 സ്റ്റാറാണ്. അവൻ ഭയങ്കര സ്റ്റാർ ആണെന്ന് നമ്മൾ പറയാറില്ലേ? സൺ ഈസ് എ സ്റ്റാർ. അങ്ങനെ തിരുവാതിര ഏതോ ഒരു കാലത്ത് സ്റ്റാർ ആയിരുന്നു. പക്ഷെ തിരുവാതിരയ്ക്ക് ആ സ്റ്റാർ എന്ന പറയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി നിങ്ങളിപ്പോൾ കാണുന്ന തിരുവാതിര യഥാർത്ഥത്തിൽ എത്ര വർഷം മുൻപുള്ള തിരുവാതിര? വളരെ സിമ്പിളായ ഉദാഹരണം. നിങ്ങൾ സൂര്യനെ രാവിലെ കാണുന്നു, സൂര്യപ്രകാശം, ആദ്യത്തെ സൂര്യപ്രകാശം നിങ്ങൾ കാണുന്നു. നിങ്ങൾ കാണുന്ന സൂര്യപ്രകാശം 8.2 പഴയ സൂര്യനാണ്. ശരിയല്ലേ? അവിടെ നിൽക്കുന്ന സൂര്യപ്രകാശം നിങ്ങളുടെ കണ്ണിലേക്ക് എത്താൻ 8.2 എടുക്കും. 15 കോടി ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. 15 കോടി അകലെ നിൽക്കുന്ന സൂര്യന്റെ നിങ്ങൾ ഈ വലിപ്പത്തിൽ, ഇത്ര വലിയ വലിപ്പത്തിൽ കാണുന്നെങ്കിൽ, കോടാനുകോടി അകലെ നിൽക്കുന്ന ഈ നക്ഷത്രം എത്ര ചെറുതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് എത്ര അകലെയായിരിക്കും? ഈ സൂര്യനിൽ നിന്ന് പ്രകാശം നിങ്ങളുടെ കണ്ണിലെത്താൻ 8.2 എടുക്കുമെങ്കിൽ ഈ തിരുവാതിരയിൽ നിന്ന് പ്രകാശം നിങ്ങളുടെ കണ്ണിലെത്താൻ എത്രയോ കോടി വർഷങ്ങൾ എടുക്കും. അപ്പൊ ഇപ്പൊ തിരുവാതിര റെഡ് ജൈന്റ് ആണ്, റെഡ് സൂപ്പർ ജൈന്റ് ആണ്, ചത്തുപോയി. അതിന്റെ തല മകയിരം എന്ന് പറയുന്ന നക്ഷത്രമാണ്, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. സിറിയസ് എന്നൊരു നക്ഷത്രം ഉണ്ട് ആകാശത്ത്. സിറിയസ് 2 നക്ഷത്രങ്ങൾ, ഒരെണ്ണമല്ല. അത് ഏറ്റവും വലിയ കോമഡി. ഇവരൊക്കെ ഈ പേരിട്ടേക്കുന്ന നക്ഷത്രങ്ങളൊന്നും ഒന്നല്ല കേട്ടോ. ഏറ്റവും വലിയ തമാശ അതാണ്. നമ്മുടെ നാടുകളെന്ന് നമ്മൾ വിചാരിക്കുന്ന നാടുകളൊന്നും ഒരു നാളല്ല. നക്ഷത്ര സമൂഹങ്ങളെ ചേർത്താ പേരിടുന്നത്. ഇനി അതിന്റെ ആകൃതി അനുസരിച്ചാണ്. ആകൃതിക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മാത്രമേ നക്ഷത്രങ്ങളെ എങ്ങനെ കാണുന്നുള്ളൂ കേട്ടോ. നമുക്ക് 2D വിഷനേ ഉള്ളല്ലോ. ശരിയല്ലേ? നീളം, വീതി, പൊക്കം വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലേ? പക്ഷേ വേറൊരിടത്ത് നോക്കുന്ന ആൾ ആ നക്ഷത്രത്തെ അങ്ങനെ ആയിരിക്കില്ലല്ലോ കാണുന്നത്. ടോളമി പറഞ്ഞ അതേ സാധനമാണെന്ന്. കഷ്ടം. എത്രയോ കുഞ്ഞുങ്ങളുടെ കല്യാണാലോചന മുടങ്ങി പോകുന്നു, എത്രയോ കാശ് അമ്പലങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നു ഈ പാവം തിരുവാതിര കാരണം. ഇതിന്റെ നീക്കവും ഇതിന്റെ മാറ്റവും ഒക്കെ അറിയണമെങ്കിൽ എത്ര ഫിസിക്സ് ഉപയോഗിക്കണമെന്ന് അറിയാമോ? അപ്പോ വിജ്ഞാനത്തെ നിങ്ങൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, അത് കഴിഞ്ഞു വന്ന ആളായി ഗലീലി അല്ല ടെലിസ്കോപ്പ് കണ്ടുപിടിച്ച്. ടെലിസ്കോപ്പ് എന്ന ഉപകരണം ആകാശം നോക്കണ സാധനം എന്നല്ല ആദ്യം വിചാരിച്ചത്. ഹാൻസ് ലെപ്പർഷി അടിച്ചു നോക്കിയോ? ഹാൻസ് ലെപ്പർഷിയാണ് ടെലിസ്കോപ്പിന് പേറ്റന്റ് വാങ്ങിച്ച ആദ്യം. പക്ഷേ ഇത് വെച്ച് ആകാശം നോക്കി. അപ്പം എങ്ങനെ പഠിച്ച വിവരത്തെ തിരുത്തണം എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ടെലസ്കോപ്പ് കണ്ടുപിടിച്ച ആളല്ല ഗലീലി. പകരം ടെലസ്കോപ്പ് ഉപയോഗിച്ച് വാന നിരീക്ഷണം നടത്തിയ ആളുടെ പേരാണ് ഗലീലിയോ. ആ ആളുടെ പേരാണ് ഗലീലിയോ. ഗലീലിയോയാണ് പറഞ്ഞത് ചന്ദ്രനിൽ ഗർത്തങ്ങളുണ്ടെന്ന്, വ്യാഴത്തിന് ഉപഗ്രഹങ്ങളുണ്ടെന്ന്, ഫേസസ് ഓഫ് മൂൺ ഉണ്ടെന്ന് പറഞ്ഞു, ശനിക്ക് വലയങ്ങളുണ്ട്, സാറ്റേൺ റിങ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായത് ഞാൻ ടെലസ്കോപ്പ് ഉപയോഗം പഠിച്ചതിന് ശേഷം. നേരിട്ട് കണ്ടപ്പോൾ കൗതുകം തോന്നി, ശനിയുടെ വലയങ്ങൾ. അപ്പോൾ ഇൻഫർമേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ വിവരത്തിൽ നിന്ന് പുറത്തു പോകും. അത് വിജ്ഞാനത്തിന്റെ അടുത്ത ലെവലാണ്. ടെലസ്കോപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് വാങ്ങിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പൊ ഗലീലിയോ ടെലസ്കോപ്പ് വാങ്ങിച്ചാലും പറ്റില്ല, ന്യൂട്ടന്റെ ടെലസ്കോപ്പ് മേടിക്കണം. അപ്പൊ ടെലസ്കോപ്പ് എത്ര ഉണ്ടെന്ന് അറിയണം. അപ്പൊ ഇത് എവിടുന്ന് വന്നു എന്നറിയണം, ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണം, ഇത് നിർമ്മിക്കുന്ന ആളുകളെ വിളിക്കണം. വലിയ റേഞ്ച് 8,000 മുതൽ 2,00,000 രൂപ ടെലസ്കോപ്പ് ഉണ്ട്. ഇത് ഏത് വാങ്ങിക്കണം എന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരാളെ വിളിക്കുന്നു. അപ്പോൾ അയാൾ കുറെ ടെലസ്കോപ്പിന് വിവരം എനിക്കൊന്നും അറിയില്ല. ഞാൻ ഉടനെ ഗൂഗിൾ എടുക്കുന്നു. പണ്ട് സാധ്യതയില്ലായിരുന്നു. അപ്പം പറയുന്നത് വിശ്വസിക്കാനേ മാർഗം. ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഉടനെ ചെയ്തു നോക്കുന്നു, എനിക്ക് ഏത് വേണം. ശരി, ഞാൻ ഒരെണ്ണം വാങ്ങിക്കുന്നു. എൻ്റെ വിചാരം ഈ ടെലസ്കോപ്പ് വീട്ടിൽ വന്ന് ഉടനെ മാനത്തോട് തുറന്നു വെച്ചാൽ ഇപ്പൊ ചന്ദ്രനെ കാണാവുന്ന. ഒന്നും കണ്ടില്ല 2 ദിവസത്തേക്ക്. ഞാൻ ഞെട്ടിപ്പോയി. ഇത് ആകാശത്തേക്ക് തിരിച്ചു വെച്ചിട്ട് ഒന്നും കണ്ടില്ല. 2 ദിവസം ഒരുപാട് കഷ്ടപ്പെട്ട് രാത്രി 2 മണിക്ക് ആദ്യമായി ചന്ദ്രന്റെ ഗർത്തം കണ്ട എൻ്റെ മനസ്സ് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പരപ്പുറത്ത് ഞാൻ തുള്ളിച്ചാടുമായിരുന്നു ശരിക്കും പറഞ്ഞത്. ക്രിയേറ്റീവായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ വീണ് കിടക്കുന്ന ഒരു കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവൻ്റെ ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ചിരിയായിരുന്നു ആകാശത്ത് നിന്ന് ടെറസിന്റെ മേളിൽ നിന്ന് രാത്രി 2 മണിക്ക് ചന്ദ്രനെ കണ്ടപ്പോൾ എനിക്കുണ്ടായത്. ഇത് എല്ലായിടത്തും പഠിക്കാൻ പറ്റും കേട്ടോ. ചന്ദ്രനെ നോക്കാൻ മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒറ്റ കണ്ടീഷൻ ചോദ്യം ചോദിക്കാൻ പഠിക്കുക. വാട്ട്, വൈ, ഹൗ.
ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ, ഈ ചോദ്യങ്ങൾ അറിയാതെ, ഈ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം കാണിക്കാതെ നിങ്ങൾ ക്രിയേറ്റീവ് ആവൂല. 8ാം ക്ലാസ്സുകാരിയോട് അംബീഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ കുട്ടൻ്റെ കഥ ഞാൻ പറയാറുണ്ട്. കുട്ടൻ്റെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കുട്ടൻ എന്ന് പേരുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് കാലം മുൻപ് വളരെ കഷ്ടപ്പെട്ട് പഠിക്കാൻ കാശില്ലാതെ കണ്ണീരിൻ്റെ ഉൾച്ചൂടിൽ നൊന്തുകൊണ്ട് കരഞ്ഞുകൊണ്ട് സ്കൂളിൽ പോകാൻ കാശില്ലാതെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ താമസിച്ച ഒരു കുട്ടി. ഈ കഥ ഞാൻ പിള്ളേരോട് പറയും. അപ്പോൾ കുട്ടൻ ആഗ്രഹിച്ചത് സ്കൂളിൽ പോകണമെന്നായിരുന്നു. പക്ഷെ പുസ്തകമെല്ലാം പഠിക്കാൻ അച്ഛൻ്റെ കാശില്ല. ഒരു ദിവസം കുട്ടൻ തൻ്റെ കൂട്ടുകാരനായ ബാബുവിനോട് പറഞ്ഞു, എടാ എനിക്ക് നിൻ്റെ വീടൊന്ന് കാണണം, ടെറസ് വീട്, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ടെറസ് വീട് കാണണം. അപ്പോൾ ബാബു പറഞ്ഞു വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാബു ഒരു ദിവസം, ഒരു ഞായറാഴ്ച ഒരു ദിവസം കഞ്ഞിക്കലത്തിൽ കൈയിട്ടപ്പോൾ കിട്ടിയ 2 വറ്റും കഴിച്ചുകൊണ്ട് കുട്ടൻ ബാബുവിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച കുട്ടൻ്റെ കണ്ണ് തള്ളിപ്പോയി. കയറിയപ്പോൾ വലിയ വീട്, അലങ്കാരങ്ങൾ, ആലഭാരങ്ങൾ എല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടൻ്റെ മുന്നിൽ കണ്ടത് ആ വീടിന് മുമ്പിൽ ഒരു പൊമറേനിയൻ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ഒരു പട്ടിക്കൂട്, അതിലൊരു പട്ടിക്കുട്ടി, അതിൻ്റെ മുന്നിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രത്തിൽ നിറയെ ചോറുണ്ടായിരുന്നു. ഒന്നും കഴിക്കാതെ 2 വറ്റ് കഴിച്ച് വിശപ്പറ്റിയ കുട്ടൻ്റെ കണ്ണിൽ പതിഞ്ഞത് ആ കാഴ്ചയായിരുന്നു. ആ കാഴ്ച അവൻ സ്കൂളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പിറ്റേ ദിവസം ടീച്ചർ ചോദിച്ചത്രേ, നിനക്ക് ആരാകണമെന്ന്. കുട്ടൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു എനിക്ക് ഡോക്ടറാകണം, എനിക്ക് എഞ്ചിനീയർ ആകണം, എനിക്ക് പാട്ടുകാരനാവണം, വേട്ടക്കാരനാവണം, കൂട്ടുകാരനാവണം, നാട്ടുകാരനാവണം, ആരായാലും മതി. കുട്ടൻ പറഞ്ഞു അത്രേ, എനിക്ക് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായാലും മതി, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വരുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, വിശപ്പിൻ്റെ വില നമുക്ക് അറിയില്ലാത്തത് കൊണ്ട്. വിശന്നു വലഞ്ഞ ഒരു കുട്ടി, അവൻ്റെ കണ്ണുനീര് മഴയായി താഴേക്ക് വീണു അത്രേ. അവൻ്റെ കൂട്ടുകാരും അവൻ്റെ സഹപാഠികളും ഒക്കെ അവന് പഠിക്കാൻ പുസ്തകം വാങ്ങിച്ചു കൊടുത്തു. 8ാം ക്ലാസ്സിൽ 8ാം റാങ്ക്, 4ാം ക്ലാസ്സിൽ 4ാം റാങ്ക്, വലിയ ക്ലാസ് വേണ്ടി ലണ്ടനിൽ പഠിച്ചു, ഡൽഹിയിൽ പഠിച്ചു, ഉയർന്ന വിദ്യാഭ്യാസം നേടി തിരിച്ചു വന്നു. അപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയുടെ കുട്ടനോട് സായിപ്പ് കുട്ടൻ്റെ ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പ്രധാനമന്ത്രിയെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ കത്ത് വാങ്ങിച്ച് കുട്ടൻ പറഞ്ഞത്, അതിനകത്ത് എഴുതിയിരുന്നു, ഈ കുട്ടനെ പിടിച്ച് പഠിപ്പിക്കാനുള്ള സാറെന്ന് വാക്കി കളഞ്ഞു, ഇയാൾക്ക് രാജ്യത്തിനെ പഠിപ്പിക്കാൻ അറിയാം. കുട്ടനത് കേട്ടില്ല. ഇവിടെ വന്ന് ഒരു കോളേജിലെ സാറായിട്ട് വീണ്ടും പുറത്തുപോയി ലോകത്തെ പഠിപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ കുട്ടനെ ഒരു രാഷ്ട്രീയ പാർട്ടി പിടിച്ച് മത്സരിപ്പിച്ചു, പാർലമെന്റ് അംഗമായി. അങ്ങനെ ഒരു ദിവസം ഇന്ത്യ എന്ന പേര് ലോകത്തിന് മുന്നിൽ വളരെ നാണക്കേടോടുകൂടി പറയേണ്ടി വന്ന ഒരു ദിവസങ്ങളിൽ ഒരു ദിവസം രാവിലെ എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര അഭിമാനം ഉയർത്തിക്കൊണ്ട് ആ വാർത്ത വന്നു, ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയാകാൻ കൊതിച്ച കുട്ടി ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ, ജനാധിപത്യ രാജ്യത്തിൻ്റെ ആദ്യത്തെ മലയാളിയായ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എന്ന്. അന്ന് കുട്ടനെ ലോകം വിളിച്ചത് കീഴ്ശ്ശേരിയിൽ രാമൻ്റെ മകൻ നാരായണൻ എന്നായിരുന്നു, KR നാരായണൻ. നിങ്ങൾ ക്ലാസ്സുകളിൽ നിന്ന് എങ്ങനെ വളരുന്നു? കുട്ടൻ്റെ കഥ പറയുമ്പോൾ ഞാനിത് പറയാൻ ശ്രമിക്കണം. ഈ തിരിച്ചറിവ്, ആ എഴുന്നേറ്റിരിക്കുന്ന കുട്ടിയുടെ മനസ്സിലെ കൗതുകം ഉണ്ടല്ലോ, ആ കൗതുകമാണ് നിങ്ങളെ ഫിസിക്സ് പഠിപ്പിക്കാൻ ഉള്ള, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കാനുള്ള കുട്ടിയാക്കി മാറ്റുന്നത്. ഈ 2 ഫേസ് കണ്ടോ? ഈ 2 ഫേസ് ഇന്ന് സ്യൂഡോ സയൻസ് ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ. നിങ്ങൾക്കറിയാമോ, ജ്യോതിഷം എന്ന് പറയുന്ന സംവിധാനത്തിലെ ഏറ്റവും വലിയ തെറ്റ്, സൂര്യൻ ഗ്രഹമാണ്, ചന്ദ്രൻ ഗ്രഹമാണ്, ഇത് രാഹുവും കേതുവുമാണ്, ഗ്രഹങ്ങളാണ് അത്രേ. ഇത് 2 പോയിന്റുകൾ മാത്രമാണ് ശരിക്കും പറഞ്ഞത്. ഈ 2 കറക്കം, സൂര്യന്റെ പാതയും ഭൂമിയുടെ പാതയും തമ്മിൽ കൂട്ടിമുട്ടുന്ന പാതയിലെ 2 പോയിന്റുകളാണ് ഈ രാഹു എന്നും കേതു എന്നും പറയുന്ന 2 ആളുകൾ. അതിനെയും നമ്മൾ ഇത് ചോദിക്കാൻ നമ്മൾ തയ്യാറാകുന്നിടത്ത് ഈ സാധനം പൊളിഞ്ഞു തുടങ്ങും. പക്ഷേ അത് ചോദിക്കാൻ നമ്മൾ എവിടെ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു? ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ കഥകൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ കഥകൾ കേട്ട് പഠിക്കണം. 400 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഒരു സാറ്റലൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഭൂമിയിൽ ഒന്നും കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെ 3,84,400 കിലോമീറ്റർ മുകളിൽ നിന്ന് നോക്കുന്ന ചന്ദ്രനിൽ നിന്ന് ചൈനയിലെ വൻമതിൽ കാണാൻ കഴിയും? എങ്ങനെ ഈ കഥ ഉണ്ടായെന്ന് നിങ്ങൾ ചോദിക്കണ്ടേ? ഈ കഥ ഉണ്ടാകാനുള്ള കാരണം ഒരു പേരാണ്. ആ പേര് റിച്ചാർഡ് ഹാലിബർട്ടൺ. കേട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? റിച്ചാർഡ് ഹാലിബർട്ടൺ അമേരിക്കയിൽ ഒരു സാഹസികനായിരുന്നു. ഈ മനുഷ്യൻ എല്ലാ ദിവസവും സാഹസ്യപ്പെടുത്തൽ നടത്തും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ചൈനയിലെ വൻമതിൽ കണ്ടപ്പോൾ 1939 ചൈനയിലെ വൻമതിൽ കണ്ടപ്പോൾ വളരെ യാദൃശ്ചികമായുള്ള അത്ഭുതം പറഞ്ഞു, ഓ ദിസ് ക്യാൻ ഈവൻ സീൻ ഫ്രം ദ മൂൺ. പിന്നെ 30 വർഷം കഴിഞ്ഞിട്ടാ മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നത്. 30 വർഷം കഴിഞ്ഞിട്ട്. പക്ഷേ 39 ഹാലിബർട്ടൺ ആശ്ചര്യത്തോടെ പറഞ്ഞ സാധനം ഇന്നും പുസ്തകങ്ങളിൽ അടിച്ചു വെച്ച് കാണാതെ പഠിക്കും. ഇൻഫർമേഷനെ ഇന്റർപ്രിട്ടേഷൻ ആക്കി മാറ്റാത്തതിൻ്റെ, വ്യാഖ്യാനിക്കാത്തതിൻ്റെ, അതിനെ അടുത്ത ഏറ്റവും പുതിയ ഫേസ് വിമർശനമാണ്. നിങ്ങൾക്ക് കിട്ടിയ വിവരത്തെ വിമർശനാത്മകമായി സമീപിക്കുകയും അതിനെ പുതുക്കി പണിയുകയും പുതിയ തലമുറയ്ക്ക് കൊടുക്കുകയും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല.
ഇതിപ്പോൾ പറഞ്ഞു തന്ന ഈ മനുഷ്യൻ്റെ പടം, ഈ മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? യൂജിൻ സർനാൻ എന്നാണ് പേര്, യൂജിൻ ആൻഡ്രൂ സർനാൻ. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ ആളെ നിങ്ങൾക്ക് അറിയാമല്ലോ, നീൽ ആംസ്ട്രോങ്ങിനെ. ചരിത്രത്തിൽ അങ്ങനത്തെ കുഴപ്പമുണ്ട് കേട്ടോ. ചരിത്രം ആരും അറിയാതെ പല മനുഷ്യരെയും തുടച്ചു കളയും. നിങ്ങൾ മനുവസ് പിള്ളയുടെ ദന്തസിംഹാസനം എന്നൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിക്കണം. അതിന് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ കാലുകുത്തി ആദ്യത്തെ വിദേശി എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് വാസ്കോ ഡി ഗാമയാണ്, അല്ലേ? വാസ്കോ ഡി ഗാമ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇന്ത്യ കണ്ടെത്താൻ, അല്ലെ ഇന്ത്യയിലേക്ക് വരാനുള്ള സമുദ്രത്തിൽ ഇറങ്ങിയപ്പോൾ ആ കപ്പലിലേക്ക് തൊഴിലാളികളായി തീരുമാനിച്ചത് കുറെ ക്രിമിനൽ പുള്ളികളെയാണ്. ജയിൽ തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, കൊലക്കയറിന് വിധിക്കപ്പെട്ട ആളുകളെ. എന്തിനാണെന്നറിയാമോ? ഈ പോക്കിൽ ആരൊക്കെ മരിച്ചു പോകുമെന്നോ ആരൊക്കെ സർവൈവ് ചെയ്യുമെന്നോ അറിയില്ലല്ലോ. ജോലി ചെയ്യാൻ അടിമകളായി വേണമല്ലോ. ഇവരെ കൊണ്ടുവന്നു. എന്നിട്ട് ഇന്ത്യൻ തീരത്ത് വരുന്നതിന് കുറച്ചു മുൻപ് അവിടെ നിർത്തിയിട്ട് ഒരു തടവുകാരനെ, ഒരു ക്രിമിനലിനെ, ഒരു കുറ്റവാളിയെ പറഞ്ഞു വിട്ടു, നീ അവിടെ പോയി നോക്ക്, അവിടെ മനുഷ്യനെ തിന്നുന്ന ആളുകളുണ്ടോ, അവിടെ പോകാൻ പറ്റും. അപ്പോൾ യഥാർത്ഥത്തിൽ വാസ്കോ ഡി ഗാമയ്ക്ക് മുന്നേ ഇവിടെ വന്നതൊരു മനുഷ്യനുണ്ട്. അങ്ങനെ എത്രയോ പേർ, സർനാൻ ആരും ഓർക്കാറേയില്ല. 69-ൽ ആവശ്യമില്ലാത്തത് മിത്താക്കാനും ശ്രമിക്കാറുണ്ട്. 69-ൽ ചന്ദ്രനിൽ കാല് കുത്തിയത് അമേരിക്ക നാട്ടുകാരെ പറ്റിച്ചാണ്. ഞാൻ എപ്പോഴും പറയാറ്, ഞാൻ ഒരു സ്ഥലത്ത് പോയി ഈ ക്ലാസ് അവതരിപ്പിച്ചപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു സാറ് വിളിച്ചിട്ട് ചോദിച്ച ചോദ്യമാണ്, സാർ നിങ്ങൾ എല്ലാവരെയും പറഞ്ഞു പറ്റിക്കുകയല്ലേ, അമേരിക്കയും നീൽ ആംസ്ട്രോങ് നടത്തിയൊരു നാടകമായിരുന്നില്ല, ആരും ചന്ദ്രനിൽ പോയില്ലല്ലോ. എന്നോടൊരു ഒരു ഹൈസ്കൂൾ അധ്യാപകൻ ചോദിച്ച ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ എന്തുകൊണ്ട് ആംസ്ട്രോങ്ങിനെ മാത്രം കാണും? 12 പേർ ചന്ദ്രനിൽ പോയിട്ടില്ലേ പിന്നീട്? നിങ്ങൾ യൂജിൻ ആൻഡ്രൂ സർനാനാണ് ഏറ്റവും ഒടുവിൽ ചന്ദ്രനിൽ പോയ ആൾ. അദ്ദേഹമാണ് ചന്ദ്രനിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവന്ന ആൾ, ഏറ്റവും കൂടുതൽ അവിടെ ചെലവഴിച്ച ആൾ. അവിടെ എത്ര റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു. കഥയായതിനെ കഥ അല്ലാതാക്കുകയും കഥയല്ലാത്തതിനൊക്കെ നമ്മുടെ സൗകര്യത്തിന് കഥകൾ ഉണ്ടാക്കുക, അല്ലാത്തൊക്കെ തുടച്ചു കളയുക. ഇങ്ങനൊരു കാലത്ത് ജീവിക്കുന്ന മനുഷ്യർ ശാസ്ത്രം കൈകാര്യം ചെയ്യേണ്ടതും പഠിക്കേണ്ടതും എങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഹൃദയം കൊണ്ട് സയൻസ് പഠിക്കേണ്ടതിൻ്റെ കാര്യം എന്താണ്? സർനാൻ എന്ന മനുഷ്യനെ നിങ്ങൾ അറിയണ്ടേ? അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ എത്ര പേർ? ഈ 4 പേരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഈ 4 പേരാണല്ലോ ഇനി ഈ വർഷം ചന്ദ്രനിൽ പോകാൻ പോകുന്ന 4 പേർ. ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ 1972 ശേഷം ചന്ദ്രനിലേക്ക് പോകാൻ പോകുന്ന ചരിത്രത്തിൽ മനുഷ്യരെങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ചന്ദ്രനിലേക്ക് കാലുകുത്താൻ പോകുന്ന ആർട്ടമിസ് 2 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമായി ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ചന്ദ്രനിലേക്ക് പോകാൻ പോകുന്ന 4 പേരാണ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടോ, ഈ ചിത്രം. ചൊവ്വ ചന്ദ്രനെ പോലെ. ചന്ദ്രൻ എന്തോരം വിത്തായിരുന്നു അറിയുമോ? ചന്ദ്രൻ ആൺദൈവമായിരുന്നു, ചന്ദ്രൻ പെൺദൈവമായിരുന്നു, ചന്ദ്രൻ വേറെ ഏതൊക്കെയോ ദൈവങ്ങളായിരുന്നു മനുഷ്യൻ കാലുകുത്തുന്നിടം വരെ. പക്ഷെ ഇപ്പോഴും ചന്ദ്രൻ ദൈവമായി വിശ്വസിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. ചന്ദ്രനെ പോലൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. 2028 ആർട്ടമിസ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളവിടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ടാക്കും. സംശയമൊന്നും വേണ്ട ആ കാര്യത്തിൽ. ആണവ വൈദ്യുത നിലയം, അവിടെ കോളനി ഉണ്ടാക്കും. ചന്ദ്രനിൽ കോളനി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് നടക്കും, ഉറപ്പായി നടക്കും. ആർട്ടമിസ് 1, ആർട്ടമിസ് 2, ആർട്ടമിസ് 3, 4 and 5. 2028 ഇപ്പൊ പറഞ്ഞേക്കുന്ന ഡേറ്റ്. ചന്ദ്രന് ചുറ്റും ഒരു കറങ്ങുന്ന നിലയം ഉണ്ടാക്കും, ISS പോലെ. അവിടുന്ന് തുടർച്ചയായി മനുഷ്യർ പോകും. ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, നാളെ നിങ്ങൾ ജോലി ചെയ്യേണ്ടത്, നാളെ നിങ്ങൾ പഠിച്ച് ഡിഗ്രി ആയി കഴിഞ്ഞ് ജോലിക്ക് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും ഒടുവിലുണ്ടാകുന്നൊരു ചോദ്യം, നിങ്ങൾ ചന്ദ്രനിൽ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്നാണ്. അങ്ങനെ ചൊവ്വ, പാവം ചൊവ്വയെ നിങ്ങൾക്ക് ടെലിസ്കോപ്പിൽ കൂടെ കാണാൻ കഴിയും. മനുഷ്യൻ ഉറപ്പായും പോകാൻ 4 പേർ ചൊവ്വയിൽ പോകാൻ തയ്യാറാകുന്നു. പക്ഷേ ഈ രൂപം കണ്ടിട്ട് ചൊവ്വയിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എത്ര കാലം മുമ്പ് കെപ്ലർ ഉൾപ്പെടെയുള്ളവർ വിശ്വസിച്ചിരുന്നു അറിയാമോ? ഈ രൂപം കണ്ട് നമുക്ക് ഇല്ലാത്തതിൽ നിന്ന് രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള തലച്ചോറിന്റെ ഒരു കഴിവാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് മിത്തുകളായി മാറുന്നത്. വെറുതെ മിത്തുകളായി മാറുന്നത് ഇത് മാത്രമാണ്. ചന്ദ്രനും ചൊവ്വയും അങ്ങനെയാണ്. അങ്ങനെ എത്ര 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 ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരെയും ശാസ്ത്ര കഥകളും കേട്ടു പഠിക്കുമ്പോൾ ആ കഥകളിലെ വിജ്ഞാനത്തെ ഉപയോഗിക്കാൻ, അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വിമാനങ്ങളെ കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത്. വിമാനങ്ങളുടെ, നിങ്ങൾ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് കേട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ശാസ്ത്ര കോൺഗ്രസ്. അതിപ്പോൾ ഇല്ല സംവിധാനം. ആ സംവിധാനം നിന്നുപോയി. അതിൻ്റെ അവസാനത്തെ സെഷൻ ഭയങ്കര രസമായിരുന്നു. ആ സെഷനിലാണ് പറഞ്ഞത് രാവണൻ കൊണ്ടുപോയതാണ് വിമാനം. എത്ര കാലം മുമ്പ്. ഞാനങ്ങനെ ഇത് വൈമാനിക ശാസ്ത്രം എന്നൊരു പുസ്തകമുണ്ട് ഈ സാധനത്തിൻ്റെ. വൈമാനിക ശാസ്ത്രം. അതുകൊണ്ട് ഇതാണ് ആ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ കോമഡി ഉണ്ട്. വിമാനങ്ങളെക്കുറിച്ച് മനുഷ്യൻ ലോകത്ത് എല്ലാത്തിനെ കുറിച്ച് ആലോചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാത്തിനെ കുറിച്ചും മനുഷ്യൻ്റെ ശേഷി, ചിന്തിക്കാനുള്ള ശേഷി ഭയങ്കര വലുതാണ്. അത് മനോഹരവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിമനോഹരമാണ്. സങ്കല്പിക്കാനുള്ള ശേഷിയാണ് മനുഷ്യനെ വലുതാക്കുന്നത്.
അതുകൊണ്ട് എല്ലാ കാലത്തും മനുഷ്യൻ സങ്കല്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിമാനങ്ങളെക്കുറിച്ച് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തെയും മനുഷ്യൻ ആലോചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ സയൻസ് കോൺഗ്രസിൽ പറഞ്ഞത് ഇന്ത്യയിലാണ് അത്ര ആദ്യമായി വിമാനങ്ങൾ ഉണ്ടായത്. വൈമാനിക ശാസ്ത്രം ഏതാണ്ട് 1700 വർഷം മുമ്പ് ഭരദ്വാജ മഹർഷി എന്നൊരു മഹർഷി പറഞ്ഞു കൊടുത്തത്ര. യഥാർത്ഥത്തിൽ ഈ പുസ്തകം എഴുതപ്പെടുന്നത് 1918 905 വിമാന റൈറ്റ്സ് അവർ കണ്ടുപിടിക്കുന്നത്. ഭരദ്വാജ മഹർഷി എഴുതപ്പെട്ടെന്ന് പറഞ്ഞ സാധനം സുബ്രഹ്മണ്യ ശാസ്ത്രികൾ എന്ന ഒരാൾ എഴുതി ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഒരാൾ എഴുതി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതിന് ഇംഗ്ലീഷ് വെറുതെ 972 വരുന്നത്. അതിൽ കുറെ വിമാനങ്ങളുടെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ഇതാണ് വിമാനങ്ങളുടെ രൂപം. ഓരോ വിമാനങ്ങൾ നിങ്ങൾ കണ്ടോ? വൈമാനിക ശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വിമാനം പറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് വെറും പെട്ടികൾ മാത്രമല്ലേ. നോക്കൂ, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. സത്യം, എൻ്റെ ഒരു കൂട്ടുകാരൻ IIT-കാരൻ പഠിക്കുന്ന കാലം മുഴുവൻ IIT ആയിരുന്നു. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് 1 വർഷം റിപ്പീറ്റ് ചെയ്ത് IIT-യിൽ പോയി എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് 10 ദിവസത്തെ ക്ലാസ് 10 മണിക്കൂർ ക്ലാസ് ആയിട്ട് അവൻ വേണ്ടെന്ന് വെച്ചു. അവസാനം അത്രയ്ക്ക് പാടാണ്. ആസ്ട്രോഫിസിക്സ് ഉൾപ്പെടെ, തെർമോഡൈനാമിക്സ് ഉൾപ്പെടെ, സ്റ്റാറ്റിക്കൽ മെക്കാനിക്സ് ഉൾപ്പെടെ, മാത്തമാറ്റിക്സ് ഉൾപ്പെടെ, ഇൻ്റഗ്രേഷൻ, ഒരു 20ഓളം ശക്തമായ സയൻസ് ബ്രാഞ്ചുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ ശാസ്ത്രശാഖയാണ് സയൻസ്. ഈ പ്ലെയിൻ മുകളിലോട്ട് പറയുന്ന സയൻസ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കുറെ ത്രിപുര വിമാന, രുക്മ വിമാന, കുറെ പെട്ടികൾ, എയറോഡൈനാമിക്സ് ഒന്നും തൊട്ടിട്ടില്ലാത്ത കുറെ പെട്ടികൾ. ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഇന്ത്യയിലല്ല ആദ്യം ഉണ്ടായത്. നിങ്ങൾ കഥകളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ ഈ കഥകളുടെ തോണി ഒരിടത്ത് മാത്രം അടുക്കുമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കഥകളുടെ തോണിയിലേക്ക് സഞ്ചരിച്ചാൽ അതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അത് പല കടവുകളിൽ അടുക്കും. അതിലൊരു കടവ് ചിലപ്പോൾ ഇന്ത്യ ആയിരിക്കും. ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിമാനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഉണ്ടായിട്ട് കണ്ടോ? മാൻ ഡിസേർട്ട് ഫ്ലൈ. താഴെ നിൽക്കുന്ന മനുഷ്യന് പറക്കാൻ ആഗ്രഹിച്ചാൽ എവിടെയൊക്കെ ചൈനക്കാർക്ക് പട്ടമുണ്ട്. ഇക്കാർസ് എന്ന് ഗ്രീക്കിനൊരു പറക്കുന്ന രൂപമുണ്ട്. ഇതേ കണ്ടില്ലേ? ഇങ്ങനെ എല്ലാ രാജ്യത്തും ഇങ്ങനെയുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഉണ്ടായിട്ടുണ്ട്. കഥകളുടെ തോണിയിൽ അത് ഇളയട മാഷാന്ന് തോന്നുന്നു പ്രസംഗത്തിൽ വളരെ മനോഹരമായി പറയുന്നുണ്ട്. കാൽമടമ്പിൽ അമ്പേറ്റ് മരിച്ച ഒരു കൃഷ്ണനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുമെങ്കിൽ കാൽമടമ്പിൽ അമ്പേറ്റ് മരിക്കുന്ന ഒരു അക്കിലസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. യമുനയെ വഴിമാറ്റി നടത്തുന്ന ഒരു ബലരാമൻ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു ഹെർക്കുലീസ് ഉണ്ടത്രേ. മകനെ ഉളിയെറിഞ്ഞു കൊന്ന ഒരു തച്ചൻ ഉണ്ടെങ്കിൽ അതുപോലെ ഒരു തച്ചൻ അവിടെയും ഉണ്ടായിരുന്നു. മലയുടെ മുകളിലേക്ക് കുന്നിന്റെ മുകളിലേക്ക് കല്ലുരുട്ടി കയറ്റുകയും താഴേക്ക് കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തൻ, ഒരു 4ാമത്തെ ഭ്രാന്തൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള ക്രീറ്റിലുണ്ടായിരുന്നു. അയാളുടെ പേര് സിസിഫിസ് എന്നായിരുന്നു. കഥകളുടെ തോണിയിലേറി സഞ്ചരിച്ചാൽ നിങ്ങൾ അത് ഒരിടത്ത് മാത്രം അടുക്കുമെന്ന്, എല്ലാ കാലത്തും അവയിലുമൊക്കെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമൻ, അവകൾ കിനാവുകൾ എന്നാം ശാസ്ത്രം, കളവുകൾ എന്നാം ലോക ചരിത്രം, അവയിലുമൊക്കെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയ നിമന്ത്രിത സുന്ദര തത്വം. പറഞ്ഞത് വൈലപ്പള്ളിയാണ്, ഓണപ്പാട്ടുകാരന്റെ കവിത. മനുഷ്യന്റെ സങ്കല്പിക്കാനുള്ള ശേഷിക്ക് അത്ര വലുതുണ്ട്. ആ ശേഷി വളർത്തേണ്ടത് വളരെ നിർബന്ധമാണ്. കഥകൾ പഠിക്കേണ്ടത് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് ഇല്യൂഷൻസിനും ഇൻഡ്യൂഷൻസിനും വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അത് സയൻസാണ്. സയൻസിലേക്കുള്ള വഴിയാണെന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കാട്ടുമരത്തിൻ തോലിൽ നിന്നവർ കടലാസ് ഉണ്ടാക്കിയിരുന്നു, കളിമണ്ണൂരുള്ള മെനഞ്ഞവർ കലവും കലശവും ഉണ്ടാക്കിയിരുന്നു. ഈ കഥകളുടെ തോണി അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ പറക്കാനുള്ള ആഗ്രഹങ്ങൾ, എല്ലാത്തരം സയൻസുകളും. അത് വിജയമാഷ് പറയുന്നുണ്ടല്ലോ, അമ്പിളി നിങ്ങളുടെ മാനത്താണ് ഉദിച്ചതെന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എപ്പോൾ വരെ? അപ്പുറത്താളുടെ വീട്ടിന്റെ മുറ്റത്ത് പോയി നോക്കുന്നതാണ് പറയും. അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് അവിടെയും ഉദിച്ചു നിൽക്കുന്നത്. അതായത് എല്ലാ രാജ്യത്തും ചൈനക്കാരനും മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ, മനുഷ്യന്റെ സങ്കല്പം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പറക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമ്മളെ വിമാനത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ഈ പറഞ്ഞ രുക്മ വിമാനത്തിനോ ശകുന വിമാനത്തിനോ ഒന്നും നിങ്ങൾ നോക്കൂ, ഈ വിമാനത്തിന്റെ ഷേപ്പ് നോക്കൂ, പെട്ടികൾ മാത്രമാണ്. ഓരോ എയറോഡൈനാമിക്സ് ഉൾക്കൊള്ളുന്നില്ല. ഇതാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ ഇന്ത്യയുടെ കണ്ടെത്തലാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടു. എന്നിട്ട് നമ്മൾ രാവണന്റെ അത്രയും വളർന്നില്ല. രാവണന്റെ കയ്യിലുണ്ടായ വിമാനത്തിന് ചിന്തിക്കുന്നിടത്തോട്ട് പോകാനുള്ള ശേഷി ഉണ്ടായിരുന്നു. കഥകൾ എഴുതി ഉണ്ടാക്കാൻ ആർക്കാ കഴിയാത്ത? നല്ലതല്ലേ ആ കഥയുടെ തലച്ചോറ്? കഥകൾ എഴുതട്ടെ, കഥകൾ പറയട്ടെ. പക്ഷെ കഥയല്ല ശാസ്ത്രം എന്നറിയണമെങ്കിൽ അതിൽ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഞാൻ. ഇനി അവസാനം, ഇന്ന് ഫിസിക്സ് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ കണ്ടുപിടുത്തം ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം ഫിസിക്സിന് ഒരു സയൻസ് ഉണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇന്ന് അല്ലെങ്കിൽ ഒരു 50 വർഷത്തിന് ശേഷം ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ സയൻസാണ്. നിങ്ങൾക്ക് ലൈറ്റിനെ കുറിച്ച് അറിയുമോ? പ്രകാശത്തെക്കുറിച്ച്. പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താ?
ഒരു ഊർജ്ജ രൂപമാണല്ലേ, അല്ലേ? ഈ ഊർജ്ജ രൂപത്തെ കുറിച്ച് കുറേ കാലം പഠിച്ചിട്ടുണ്ട്. ആദ്യം പ്രകാശം ഒരു രശ്മിയായിരുന്നു, ഒരു നേർരേഖ. നിങ്ങൾ എങ്ങനെയാണ് ഒരു ടോർച്ച് അടിച്ചാൽ ഇങ്ങനെ വെട്ടം മുന്നിലേക്ക് പോകുന്നു, ഒരു ടോർച്ചിന്റെ കൂടെ വേറൊരു ടോർച്ച് അടിച്ചാൽ കൂടുതൽ വെട്ടം ഉണ്ടാവും, ശരിയല്ലേ? ഇപ്പൊ ലൈറ്റ് ഈസ് എ റേ എന്ന് പറഞ്ഞു ഒരുപാട് കാലം. പക്ഷേ ആ റേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില സാധ്യതകൾ ലൈറ്റിന് വന്നു. റേ മാത്രമല്ല, പ്രകാശം ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേവ് എന്നൊരു സ്വഭാവം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരു സയൻസ് ടെക്നോളജിയായി മാറുന്നത്? ഈ ഇല്യൂഷൻ തന്നെയാണ്, എൻ്റെ സങ്കല്പമാണ്. ആ സങ്കല്പത്തെ ഞാൻ 1000 തവണ ഇരുന്ന് ആലോചിച്ച് മാത്തമാറ്റിക്കൽ ഗ്രാമർ സ്വഭാവത്തിൽ ഇക്വേഷൻസ് ഉണ്ടാക്കി ആ ഇക്വേഷൻ പരീക്ഷണങ്ങൾക്ക് വിധേയമായി അത് ടെക്നോളജിയായി മാറി നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് MRI സ്കാൻ ആകും. ക്വാണ്ടം ഫിസിക്സ് ആണ്. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലെ PCBയിലെ ഡയോഡുകൾ, ടണൽ ഡയോഡുകൾ ക്വാണ്ടം ഫിസിക്സ് ഉപയോഗിക്കുന്നവയാണ്. ഏറ്റവും മോഡേൺ ഫിസിക്സ് ഉപയോഗിക്കുന്നവയാണ്, മോഡേൺ ഫിസിക്സ്. അപ്പോൾ ലൈറ്റ് തരംഗമാണെന്ന് പറഞ്ഞു, അപ്പോഴും ശരിയാവുന്നില്ല. ഐൻസ്റ്റീൻ നോക്കിയപ്പോൾ ലൈറ്റ് തരംഗമാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ശരിയാവത്തില്ല. അപ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വന്നു. ഒരു എത്ര കഷ്ടപ്പെട്ടാണ് ഒരു സയന്റിസ്റ്റ് ഇത് കുത്തിയിരുന്ന് ആലോചിച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കി. ന്യൂട്ടനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, പുറത്തിറങ്ങാറില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുന്നു ലൈറ്റ് പാർട്ടിക്കിൾ ആണത്രേ. നിങ്ങൾ സങ്കല്പിക്കണം, ഇവിടെ കുറെ നിങ്ങൾ ഈ ബാഗുകളൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ ഈ മോയ്സ്ചർ അബ്സോർബ് ചെയ്യുന്ന സിലിക്ക പാക്കറ്റുകൾ കണ്ടിട്ടില്ലേ? അതുപോലുള്ള പാക്കറ്റുകളാണ് ഈ ലൈറ്റ് മുഴുവൻ. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, വെറുതെ സങ്കല്പിക്കും. ഇവിടെ മുഴുവൻ അങ്ങനെയല്ല, ഇവിടെ മുഴുവനുള്ള ലൈറ്റ്, നിങ്ങൾ ഈ കാണുന്ന പ്രകാശം എന്ന സംവിധാനം പാക്കറ്റ് ഓഫ് എനർജീസ് ആണ്. എനർജി ക്വാണ്ട എന്ന് വിളിച്ചു. ഫോട്ടോൺ ഈ =hν ഇക്വേഷൻ ഉണ്ട്. ഒരു കഥയിൽ ഇക്വേഷൻ ഇല്ല കേട്ടോ. രാമായണ കഥയാണ്, മഹാഭാരതം കഥയാണ്, വൈമാനിക ശാസ്ത്ര കഥയാണ്. പക്ഷെ ഒരു സമവാക്യം കാണിച്ചു, ഒരു സിമ്പിൾ ഇക്വേഷൻ F=ma എന്ന ന്യൂട്ടന്റെ ഇക്വേഷൻ എങ്കിലും ഉപയോഗിക്കുക, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നതിനൊരു ഗ്രാമർ ഇല്ലേ, അല്ലേ? നല്ല നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലേ? വ്യാകരണം ഉണ്ടല്ലോ ഭാഷയ്ക്ക്. സയൻസിന് ഗ്രാമർ ഉണ്ടെന്നേ, അതാണ് മാത്സ്. നിങ്ങൾ ഇത്രയും സയൻസ് കോൺഗ്രസ് അവതരിപ്പിക്കേണ്ട ഈ പുസ്തകം ഞാൻ മുഴുവൻ ഡൗൺലോഡ് ചെയ്തു. ഒറ്റ സമവാക്യം കാണിച്ചതാ, ഒരു സിമ്പിൾ ഇക്വേഷൻ. ലോകത്തിന് മുന്നിൽ ഒരു രാജ്യം, ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ അപഹാസ്യമാകുന്നു? ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? സയൻസ് കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചു. തിരുത്തിയതല്ല, സയൻസ് കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചു. ഇത് പഠിക്കുന്ന കുട്ടികൾ ചോദിക്കേണ്ടത്. നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഈ കഥകൾ ഉണ്ടാവും ഇനി, അതാണ് ഏറ്റവും വലിയ തമാശ. ഞാനിത് അതുകൊണ്ടാണ് പറയാൻ ശ്രമിക്കുന്നത്, എല്ലായിടത്തും ഞാനിത് പറയാൻ ശ്രമിക്കുന്നു. ഈ പുസ്തകത്തിന്റെ കഥ നിങ്ങളുടെ പഠിക്കുന്ന പുസ്തകത്തിൽ, ഫിസിക്സ് പുസ്തകത്തിൽ ഉണ്ടാകുന്ന കാലം വരാണ്ടിരിക്കുന്നു. ഇതാണത്രേ വിമാനം. ഞാനിതെല്ലാം ആവശ്യം. ക്വാണ്ടം മെക്കാനിക്സ് എന്നെ സംബന്ധിച്ച് ഒന്നും മനസ്സിലാകത്തില്ല എന്ന് വിചാരിക്കുന്ന, എത്ര പഠിച്ചാലും തീരത്തില്ല എന്ന് വിചാരിക്കുന്ന ഭാവിയുടെ ഫിസിക്സ് ആണ്, റിലേറ്റിവിറ്റിയും ക്വാണ്ടം ഫിസിക്സും. ഇതെല്ലാം പഠിക്കുന്നതിനിടയിൽ ഞാൻ വെറുതെ ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു. ആ പുസ്തകത്തിൽ വേറൊരു പുസ്തകം, ആ പുസ്തകത്തിൽ ക്വാണ്ടം ഫിസിക്സ്, ഇതാണ് ക്വാണ്ടം ഫിസിക്സിന്റെ സയൻസ്. ലൈറ്റ് വേവായിട്ട് പോയാൽ ഇതാണ് ലൈറ്റിന്റെ സ്വഭാവം. ഇത് ഡബിൾ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് ബോറാകുന്നതുകൊണ്ടും എല്ലാം സയൻസ് പറഞ്ഞാൽ, സയൻസ് 20 മിനിറ്റാണ് ഒരു കുട്ടിയുടെ പഠിക്കാനുള്ള ശേഷി, അത് കൂടുതൽ ബോറായി പോകുന്നത്. ഇതാണ് അതിന്റെ സയൻസ് മുഴുവൻ. ഇതാണ് ഒരു പാർട്ടിക്കിൾ പോകുന്നത്. ഈ ക്വാണ്ടം ഫിസിക്സ് ഇനിയെങ്കിലും മനസ്സിലാക്കി വെച്ചു. ക്വാണ്ടം ഫിസിക്സിന്റെ മിത്ത് നിൽക്കുന്നത് പ്രോബബിലിറ്റിയിലാണ്. എത്ര ചാൻസിലാണ്. അതൊക്കെ പോട്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ദാണ്ട് നടക്കുന്ന ഒരു പുസ്തകം, ഒരു മലയാളി ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിരിക്കും. നോക്ക് നിങ്ങൾ ഈ പുസ്തകം, മനുഷ്യ മനസ്സും ക്വാണ്ടം സിദ്ധാന്തം. ഒരു മലയാളി, P. കേശവൻ നായർ മലയാളി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചു, ഡൗൺലോഡ് ചെയ്ത് വായിച്ചു കേട്ടോ. പുള്ളി ശിവന്റെ താണ്ഡവമായിട്ടാണ് ക്വാണ്ടം ഫിസിക്സിനെ. നോക്ക് പ്രപഞ്ച നൃത്തം. നിങ്ങൾ ഉപയോഗിക്കുന്ന MRI സ്കാനിങ് ക്വാണ്ടം ഫിസിക്സ് ആണ്. അതെത്താൻ, ആ സ്കാനിങ് എത്താനുള്ള ടെക്നോളജിയുടെ വഴി എന്താ? ക്വാണ്ടം. ആദ്യം ലൈറ്റിനെ കുറിച്ച് ആലോചിച്ചു. ലൈറ്റിന്റെ നേച്ചർ മാറി വേവായി, വേവിന്റെ നേച്ചർ മാറി ഫോട്ടോണായി, ഫോട്ടോൺ എനർജി ക്വാണ്ടയായി, ഇക്വേഷനായി, 1000 സമവാക്യങ്ങളായി, സോൾവ് ചെയ്യാൻ കഴിയാത്ത സമവാക്യങ്ങളായി. അത് ടെക്നോളജിയായി മാറി. ആ ടെക്നോളജി MRI സ്കാനിങ് ആയി നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് പറയുന്നു? ഇത് ശിവന്റെ താണ്ഡവുമായി ക്വാണ്ടം ഫിസിക്സിന് നമുക്കറിയാത്ത എല്ലാത്തിനെയും നമുക്ക് എന്ത് വിളിക്കാം? കഥയെന്ന് വിളിക്കാം. ഒന്നും കൂടെ മാറ്റി ദൈവം എന്ന് വിളിക്കാം. എത്ര മനോഹരമായ ഈ എഴുതിയ മനുഷ്യന്റെ സങ്കല്പത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചു, എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പുള്ളി വായിച്ചതിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ പുള്ളിക്ക് പറ്റിയല്ലോ. പക്ഷേ ഇതൊരു ഫിസിക്സ് പഠിച്ച ആൾ, ഒരു MSc ഫിസിക്സുകാരൻ അവസാനം നേരത്തെ പറഞ്ഞ പോലെ ആത്മീയതയാണ് അത്രേ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടാത്ത 1000 സമസ്യകൾക്കുള്ള ആകെ ഉത്തരമല്ല സയൻസ്. അത് ആദ്യം മനസ്സിലാക്കണം.
നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരം ചെയ്യാൻ സയൻസിന് പറ്റത്തില്ല. സയൻസ് അപ്ഡേഷനാണ്. നിലവിലുള്ള സാധ്യതകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തി തെളിയിക്കപ്പെടുന്ന സാധനമാണ് സയൻസ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് പറയാൻ സയൻസ് പഠിച്ചു വരുന്നവർക്ക് പറ്റുമായിരിക്കും. അതിനർത്ഥം ദൈവം ഉണ്ടാക്കുന്നല്ല. എന്ത് രസകരമായ സങ്കല്പം അത്, എന്ത് രസകരമായ സങ്കല്പം അത്. പക്ഷെ സങ്കല്പം മാത്രമാണ്. ആ സങ്കല്പത്തിൽ നിന്നാണ് ഈ പുസ്തകങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പുസ്തകത്തെ കുറിച്ച് ഞാൻ കാണുന്നത്. അതാണ്ട് ക്വാണ്ടം ഫിസിക്സും മനുഷ്യ മനസ്സും, രണ്ടാമത് ക്വാണ്ടം ഫിസിക്സും പ്രപഞ്ച നൃത്തവും, അതിനെക്കുറിച്ച് ശിവഞ്ച താണ്ഡവത്തെക്കുറിച്ചോ ഒരു ഉപനിഷത്തിനെ കുറിച്ച് പുള്ളി കോട്ട് ചെയ്തിട്ട് ക്വാണ്ടം ഫിസിക്സിനെ അങ്ങ് എടുത്ത് നല്ലതായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ക്വാണ്ടം ഫിസിക്സിനെ. പക്ഷേ ഒടുക്കം അത് ഇങ്ങനെ 2 പുസ്തകങ്ങളായി മാറി. ഇത് മാത്രം വായിക്കുന്ന ഒരു കുട്ടി എന്താ വിചാരിക്കുക? നേരത്തെ പറഞ്ഞ അസുഖം. എടാ, ലോകം മുഴുവൻ അറിയാൻ ശ്രമിച്ച ക്വാണ്ടം ഫിസിക്സ് ദാണ്ട ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഒറ്റ ചോദ്യമുള്ളൂ. കഡ്ജ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാർക്കണ്ഡേയ കഡ്ജ് ചോദിച്ചൊരു ചോദ്യം. അന്ന് വിമാനം ഉണ്ടായിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധത്തിൽ ബാറ്റൺ ടാങ്ക് വെച്ചിട്ടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് മാർക്കണ്ഡേയ കഡ്ജ്. നിങ്ങൾ വിമാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിൽ യുദ്ധത്തിൽ എന്തുകൊണ്ട് മഹാഭാരതത്തിൽ ബാറ്റൺ ടാങ്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? ന്യായമായ ചോദ്യമല്ലേ? ഇപ്പോഴും നമ്മൾ ഇസ്രോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എത്ര പിറകിലാണെന്ന് അറിയാം. ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ 1961 യൂറി ഗഗാറിൻ ആകാശത്തേക്ക് പോയി. 1961 നമുക്ക് ഇപ്പോഴും ആകാശത്ത് ആളെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും 69 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങി. ഇന്ത്യ എത്ര വർഷം കഴിയും? എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഇതൊക്കെ സങ്കല്പിക്കാനുള്ള മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഒരേ ഒരു ചോദ്യം. ലോകത്തുള്ള എല്ലാം ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ. എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് പിന്നെ വളർന്നില്ല? എന്തുകൊണ്ട്? നമുക്ക് ഇനിയും ആകാശത്തേക്ക് ആളെ കൊണ്ടുപോകാൻ 2040 ആകുമായിരിക്കും ഒരുപക്ഷെ ചന്ദ്രനിൽ ആളാണ് ഇന്ത്യയിൽ നിന്ന്. അതിനു മുമ്പ് അമേരിക്കയിൽ നിന്ന് പോയ ഒരാൾ ഇറങ്ങും, ഇന്ത്യക്കാരനായ ഒരാൾ. അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാൻ വളരെ മനോഹരമാണ്. ആ കഥകളിലൂടെ നമ്മൾ വളരുമ്പോൾ ഈ കഥയിൽ നിന്ന് കാര്യത്തെ തിരിച്ചറിയുക എന്നുള്ളൊരു ഭയങ്കര വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നത് ആ പഴയ വാചകമാണ്. നിങ്ങൾ എന്തിന് ഫിസിക്സ് പഠിക്കണം, നിങ്ങൾ എന്തിന് സയൻസ് പഠിക്കണം എന്ന ചോദ്യം. ബുദ്ധി കൊണ്ട് അധ്വാനിക്കുന്ന ഒരു കുട്ടി, യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഒരു കുട്ടി, ഹൃദയം കൊണ്ട് ജീവിക്കാൻ പഠിക്കണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഒരു 15 വർഷം മുമ്പ്, 10, 12, 13 വർഷം മുൻപ് വിശ്വാസി അല്ലാതായി മാറാൻ ശ്രമിക്കുന്ന കാലത്ത് ഇപ്പോഴത്തെ ഒരു വലിയ നിരീശ്വരവാദിയോട്, വലിയ ഒരു പ്രഭാഷകനോട് എൻ്റെ മനസ്സിൽ തോന്നിയ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു. ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചു, സാർ എനിക്കൊരു സംശയമുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ ഈശ്വരവിശ്വാസിയല്ല, എനിക്ക് ഈശ്വരവിശ്വാസിയാകാൻ താല്പര്യമില്ല. പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്. അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മ ഒരു ചരട് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, എടാ നീ ഇത് കയ്യിൽ കെട്ടണം. ഞാൻ എന്ത് ചെയ്യണം? ഈ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? മനുഷ്യൻ വൈകാരിക ജീവിയാണെന്നതും ആ ശാസ്ത്രം വൈകാരിക ബോധത്തെ എങ്ങനെ രണ്ടാക്കി നിർത്തുന്നതും ആണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഈ ബോധ്യം ഞാൻ എന്ത് ചെയ്യണം? അന്നേരം അമ്മയെ വിഷമിപ്പിച്ചുകൊണ്ട് ഞാൻ ആ ചരട് കയ്യിൽ കെട്ടണോ? അതോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ സങ്കടപ്പെടുത്തുന്നു? എന്ത് ചെയ്യണം? പുള്ളി എന്നെ ആക്ഷേപിച്ചു, കളിയാക്കി, ചോദ്യത്തിന് വിലയില്ല എന്ന് പറഞ്ഞു. ആ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കും. ആ ചോദ്യത്തിന് സാറ് പറയേണ്ട ഉത്തരം, ആ ചോദ്യത്തെ മനുഷ്യൻ, അതാ ഞാൻ പറഞ്ഞേ, മനുഷ്യൻ ബുദ്ധി കൊണ്ട് അധ്വാനിക്കുകയും യുക്തി കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. വൈകാരികത ഉണ്ടാകുന്നിടത്ത് മാത്രമേ മനുഷ്യൻ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഓപ്പൺഹൈമർ സിനിമ കണ്ടു? ഓപ്പൺഹൈമർ സിനിമ കണ്ടു? ആ സിനിമയിൽ ആറ്റം ബോംബ് കണ്ടുപിടിച്ച മനുഷ്യൻ ആറ്റം ബോംബ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ആ അവാർഡ് വാങ്ങിക്കുന്ന സദസ്സിൽ നിന്ന് പ്രസംഗിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ കണ്ടുള്ളവരറിയാം. ആ മനുഷ്യൻ അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടുകയാണ് ചെയ്യുന്നത്. എൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ വെന്തു മരിച്ചില്ലേ, ഞാൻ എന്ത് ചെയ്യണം? വൈകാരിക ബോധങ്ങളിൽ യുക്തി എങ്ങനെ പ്രവർത്തിപ്പിക്കും? സ്നേഹം എന്ന വാക്കില്ലാതെ നിങ്ങൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അതിന് നിയതമായ ഉത്തരം വേണമെന്ന് വാശി പിടിക്കാതിരുന്നാൽ മതി. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനും, നിങ്ങളൊരു ബാഡ്മിൻ്റൺ റാക്കറ്റിൽ ഷോട്ട് അടിക്കുമ്പോൾ, നിങ്ങളൊരു ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനമെടുക്കുന്നോ ആ ശേഷി ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ വൈകാരികതയിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നിടത്തേ നിങ്ങളൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാകും. അവിടെ മാത്രമേ ശാസ്ത്ര വിദ്യാർത്ഥിയാകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊരു ധാരയിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ നിങ്ങൾ കവിത പഠിക്കണം, നിങ്ങൾ ഫിസിക്സ് പഠിക്കണം,
ഇത് രണ്ടും ചേർത്ത് പഠിക്കണം. എങ്കിലേ ഇടശ്ശേരിയുടെ കവിത ശരിയാകൂ. നീ എന്തായി തീരണം ആ മുകുളം നിന്നിലേ നിന്നു വിടർന്നിടട്ടെ. ശരിക്കും അതാണ് ഉത്തരം. നീ എന്തായി തീരണം ആ മുകുളം നിന്നിലേ നിന്നു വിടർന്നിടട്ടെ. അങ്ങനെ ഒരു വലിയ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാവുകയുള്ളൂ. ആ ശാസ്ത്ര വിദ്യാർത്ഥിക്ക് മാത്രമേ വൈകാരിക ഇടങ്ങളിലൂടെ മാനവികത നിലനിർത്താൻ കഴിയുകയുള്ളൂ. കെവിൻ കാൾട്ടറുടെ കഥ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കെവിൻ കാൾട്ടറിനെ അറിയാമോ? ആ കഴുകനെയും കുഞ്ഞിനെയും ഒരു ചിത്രം കണ്ടാൽ അറിയാമായിരിക്കും അല്ലേ? ആ പടം അറിയില്ലേ? ഒരു കഴുകൻ മനുഷ്യരാശിയിലെ ഏറ്റവും നോവിക്കുന്ന ചിത്രം എന്ന് ഞാൻ വിളിക്കുന്ന ചിത്രമാണ്. ഒരു മനുഷ്യന് കാണാൻ കഴിയുന്ന ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ചിത്രം. ഈ ലോകത്തിൽ എല്ലാത്തിനെയും അടക്കി ഭരിക്കാൻ കഴിയുന്ന, എല്ലാ ജീവികളെയും ഡോമിനേറ്റ് ചെയ്യുന്ന മനുഷ്യൻ എന്ന ജീവി. അതിൻ്റെ ഒരു പുതിയ തലമുറ ആഹാരം കിട്ടാഞ്ഞ് മരിക്കാനിരിക്കുന്നു. അങ്ങനെ മരിക്കാനിരിക്കുമ്പോൾ വിശപ്പ് കൊണ്ട് മരിക്കുന്ന ഒരാളെ തിന്ന് വിശപ്പടക്കുന്ന ഒരു ജീവി. കാൾട്ടർ പടം എടുത്തിട്ട് അത് ഭയങ്കര ലോകത്തെല്ലാം പ്രശസ്തമായി. കാൾട്ടർ വലിയ ഫോട്ടോഗ്രാഫറായി. കെവിൻ കാൾട്ടറിന് പുലിത്സർ സമ്മാനം കിട്ടി, ഫോട്ടോഗ്രാഫർ. ആരോ ചോദിച്ചു അത്ര അയാളോട്, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ നല്ല ഫോട്ടോഗ്രാഫറാണ്, എനിക്ക് സമയമില്ലായിരുന്നു, ഞാൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയി. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ബോധം, നിങ്ങളുടെ IQ, നിങ്ങളുടെ PhD എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ഒരു കുട്ടിയെ, ആഹാരം കിട്ടാതെ മരിച്ചു പോകുന്ന ഒരു കുട്ടിയെ സംരക്ഷിക്കാൻ കാൾട്ടർ തകർന്നുപോയി. അയാൾ പിന്നെ പടം എടുത്തിട്ടില്ല, ചിത്രം എടുത്തിട്ടില്ല. അയാൾ ഒരിക്കലും ചിത്രം എടുത്തിട്ടില്ല. അയാൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയി. ഒരു മകളുണ്ടായിരുന്നു, ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അത്രയും ഭാര്യയെ എടുത്താക്കിയിട്ട് പുള്ളി ഏകാന്തനായി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു തണുത്ത സുപ്രഭാതത്തിൽ കാറ് ഓരത്തേക്ക് മാറ്റി നിർത്തി. ആ കാറിൻ്റെ AC ഡക്റ്റ് വായിലേക്ക് വലിച്ചു കയറ്റി കാൾട്ടർ ആത്മഹത്യ ചെയ്തു. പുലിത്സർ സമ്മാനം വാങ്ങിക്കാൻ കാൾട്ടർ ബാക്കി ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ശാസ്ത്രം ഉപയോഗിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് യുക്തിപരമായി ചിന്തിക്കുന്നത്? ഇതിനുത്തരം മനുഷ്യൻ എന്ന് പറയാതെ നിങ്ങളുടെ ചിന്തയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല, ഉറപ്പായിട്ടുമില്ല. നിങ്ങളെല്ലാവരും ഗീതാഞ്ജലി വായിക്കേണ്ടതാണ്, നിർബന്ധമായും വായിക്കേണ്ടതാണ്. Where the head held high, where the mind become free, where the world has not been broken into fragments by narrow domestic wall. എവിടെ ലോകം ഇടുങ്ങിയ ഭിത്തികളാൽ വേർതിരിക്കാതിരിക്കുന്നുവോ, എവിടെ, ഇടശ്ശേരി അത് കവിതയിൽ എഴുതിയിട്ടുണ്ട്. എങ്ങോ മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവത് എൻ്റെ പുറത്താകുന്നു, ഇത് ആഫ്രിക്ക ഇതൻ മണ്ണ്. എവിടെവിടങ്ങളിൽ ചട്ടികലങ്ങൾ എടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടെവിടങ്ങളെ ചേർത്ത് വരയ്ക്കണം. അത് കാണാൻ കഴിയാത്ത നിങ്ങളുടെ സ്വന്തം അമ്മയെ അനാഥാലയത്തിലാക്കിയിട്ട് നിങ്ങൾ എത്ര യുക്തിവാദിയായിട്ടും ഏത് സയന്റിസ്റ്റായിട്ട് എന്ത് കാര്യം? അടുത്തിരിക്കുന്ന കരയുന്ന കുഞ്ഞിൻ്റെ കണ്ണീര് കാണാൻ കഴിയാതെ നിങ്ങൾ സയൻസ് പഠിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഇവിടെയാണ് വൈകാരികതയിലെ യുക്തി നിങ്ങൾ തിരിച്ചറിയുന്നത്. മനുഷ്യനാകുന്നിടത്ത് ദൈവം ഇല്ലാതാവുകയും മനുഷ്യനുണ്ടാവുകയും ചെയ്യും. ചിന്തിക്കുന്നിടത്ത് യുക്തിസഹമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമല്ല, മനുഷ്യനുണ്ടാവുക എന്നുള്ളത് അടിസ്ഥാനപരമായി. യുക്തിബോധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം മനുഷ്യനാവുക എന്നതാണ്. അത് ദൈവമില്ല എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പല രൂപത്തിൽ പല താളത്തിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ ജീവിക്കുന്ന സമൂഹം, ചുറ്റുമുള്ള മനുഷ്യർ, ആ മനുഷ്യരുടെ വികാരങ്ങളെ തിരിച്ചറിയാനും അവിടെ സയൻസ് ഉപയോഗിക്കാനും, നിങ്ങൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നൊബേൽ ലോറേറ്റ് ഉണ്ടാകേണ്ടത് ആ സമൂഹത്തെ വളർത്താനാണെന്നും അങ്ങനെ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നും പറയുന്നെങ്കിൽ നിങ്ങളൊരു സയൻസ് വിദ്യാർത്ഥിയാണ്. അല്ലാതെ ഈ പഞ്ചായത്തുള്ളതെല്ലാം, ലോകത്തുള്ള എല്ലാം ഈ പഞ്ചായത്തിലുണ്ടെന്ന് പറയുമ്പോഴല്ല. എൻ്റെ ചുറ്റുമുള്ള മനുഷ്യന് ഒരു നിസാര യന്ത്രം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം മാറ്റപ്പെടുന്നുവെങ്കിൽ നിങ്ങളൊരു സയൻസ് വിദ്യാർത്ഥി. അതിനു മുകളിൽ നിങ്ങൾ എത്ര PhD ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ആ PhDക്ക് യാതൊരു വിലയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ പേരിന് മുമ്പേ ഡോക്ടറേറ്റിന് ഒരു വിലയുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യൻ്റെ വൈകാരികത കാണാൻ, കരയുന്ന മനുഷ്യൻ്റെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ശാസ്ത്രബോധത്തിന് യാതൊരു വിലയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അയ്യപ്പ പണിക്കരുടെ ഹേ ഗഗാറിൻ എന്നൊരു കവിതയുണ്ട്. ഹേ ഗഗാറിൻ, ഈ ഗഗാറിൻ മുകളിലേക്ക് പോയപ്പോൾ അയ്യപ്പ പണിക്കർ എഴുതിയ കവിതയാണ്. ആ കവിതയുടെ അവസാനം ഇങ്ങനെ പറഞ്ഞത്: ശൂന്യബാഹ്യ വിയൽപദങ്ങളിൽ വിജയപര്യടനത്തിനായി വിളർക്കുവിൻ പുതുനാമ്പുകൾ, അഗ്രഗാമികൾ അങ്ങു ചെന്നുയരത്തിൽ വീശി പതാകകൾ, വിഗ്രഹങ്ങൾ ഉടച്ചനുഗ്രഹ ശക്തരാകുക കവികളെ.
അങ്ങനെ പറയുന്നത്. വിഗ്രഹങ്ങൾ ഉടച്ചനുഗ്രഹ ശക്തരാകുക കവികളെ. കവിതയും ഫിസിക്സും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന കുട്ടി, വരണ്ട സമവാക്യങ്ങളുടെ സാമാന്യയുക്തിക്കിടയിൽ തളച്ചിടപ്പെടാൻ കഴിയാത്ത കുട്ടിയായി മാറുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഉള്ളിലെ സയൻസ് വിദ്യാർത്ഥി ഒരു സമൂഹത്തിന്റെ സയൻസ് വിദ്യാർത്ഥിയായി മാറുകയും ആ സമൂഹം നിങ്ങളോടൊപ്പം മാറ്റപ്പെടുകയും അവിടെ മാത്രമേ ദൈവമില്ലാത്ത ഒരു നാട് ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ ദൈവമില്ലാത്തൊരു നാടിനെ, ഒരു സമൂഹത്തിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ ഒന്നാകുന്ന സമയത്ത് മാത്രമേ ദൈവം എന്ന സങ്കല്പത്തിന് പ്രസക്തി ഇല്ലാതായി പോകൂ എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.